എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1965 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ പ്രീത എം ഉണ്ണി, ചീഫ് ഫിസിഷ്യൻ, ഡോക്ടർ പ്രീത എം ഉണ്ണീസ് സ്പെഷ്യാലിറ്റി ഹോമിയോപ്പതി, DD വ്യാപാർ ഭവൻ കടവന്തറ ആൻഡ് ISMA ഭവൻ ഇട്ടപ്പള്ളി. ധാരാളം ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വം. ഇതിനോടകം അനവധി ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. 30 വർഷത്തിലധികം ചികിത്സാ പരിചയമുണ്ട്. ക്രോണിക് ഡിസീസസ്, മരുന്നുകളും പൊട്ടൻസി തിരഞ്ഞെടുക്കലും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് പ്രീത എം ഉണ്ണി ഡോക്ടറെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. കാണാം, കേൾക്കാം. ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ ഡോക്ടറെ? തുടങ്ങിക്കോ. ചെയ്യട്ടെ? ഓക്കെ, തുടങ്ങിക്കോ. ഇന്ന് ക്രോണിക് ഡിസീസസ്, സെലക്ഷൻ ഓഫ് റെമഡീസ് ആൻഡ് പൊട്ടൻസീസ്. ഇത് ആക്ച്വലി വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്രോണിക് ഡിസീസിന് നമുക്ക് മെഡിസിൻ കണ്ടുപിടിക്കാനും അതിൻ്റെ പൊട്ടൻസി സെലക്ട് ചെയ്യാനും ഒക്കെ വളരെ ഈസിയാണ്. പക്ഷേ ഒരു കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാനത് 2-3 സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടുതലും എല്ലാ ഡോക്ടേഴ്സിനും, കാരണം നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ഹോമിയോപ്പതി സെക്ഷൻ ഓഫ് ട്രീറ്റ്മെന്റിനകത്ത് ഇന്നും ഒരു അബദ്ധ ധാരണ നിലനിൽക്കുന്നത്, സ്പീഡില്ല, കുറച്ച് സമയമെടുക്കും. അത് പൊതുവായിട്ടുള്ള ഒരു ധാരണയാണ്. അത് പണ്ട് ഡോക്ടേഴ്സും അങ്ങനെ പറഞ്ഞിരുന്നു. അവര് ഇന്നത്തെ കാലത്ത് അത്രയ്ക്ക് അവരത് പറയുന്നില്ല, കാരണം പെട്ടെന്ന് തന്നെ മാറും എന്നുള്ളതാണ് പുറത്തോട്ട് പറയുന്നത്. പേഷ്യൻസ് വന്നാൽ അവരെ പറഞ്ഞ് അത് വേഗം തന്നെ മാറിക്കോളും, മെഡിസിൻസ് കറക്റ്റായിട്ടും കഴിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. എന്നിരിക്കലും നമ്മളത് പറയുന്ന കൂട്ടത്തില് അവർക്ക് അനുഭവത്തിലൂടെ വരുത്തി കൊടുത്താലേ നമുക്ക് ആ പേഷ്യൻസ് പോകാതെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ശരിയാണ്, സഫറിങ്സ് അങ്ങ് നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു സിസ്റ്റം വിട്ടിട്ട് മറ്റൊരു സിസ്റ്റത്തിലോട്ട് പോകും. അതും ഹോമിയോപ്പതി ആകുമ്പോൾ ടോട്ടലി ആയുഷിന്റെ സിസ്റ്റത്തിൽ അതുണ്ടെന്ന് തോന്നുന്നു. അവർ പെട്ടെന്ന് പോകുന്ന അലോപ്പതി സിസ്റ്റത്തിലോട്ടാണ് പിന്നെ പോകുന്നത്. അവർക്ക് സ്പീഡ് വേണം. അപ്പൊ ഈ സ്പീഡ് എന്നുള്ള ഒരു കാര്യം നിൽക്കുന്നത് കൊണ്ട് വെയിറ്റ് ചെയ്യാൻ വയ്യ. തീരെയും പേഷ്യൻസ് അവർക്കില്ല, ക്ഷമയില്ലാഴിക ഉണ്ട്. ശരിയാണ്. ഇന്ന് കൂടുതലും ഇതിന്റെ പ്രശ്നം വന്നത് ഈ സ്മാർട്ട് ഫോൺ കാരണമാണ്. എല്ലാം വിരൽത്തുമ്പുകളിലാണ്. പണ്ടൊക്കെ നമ്മൾ ഒരു ചെക്ക് മാറി നമുക്ക് രൂപ എടുക്കണമെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്ത് 3-ാമത്തെ ദിവസമേ നമുക്കത് കിട്ടത്തുള്ളൂ. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസാക്ഷൻ അപ്പം തന്നെ നടക്കും, അപ്പം തന്നെ നമുക്ക് പണം വിഡ്രോ ചെയ്യാം. അപ്പൊ ഇതൊക്കെ അങ്ങ് സ്പീഡിൽ ജീവിതത്തിന്റെ ഓരോ കാര്യം, അതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. ഫാസ്റ്റ് ഫുഡ് ആണെങ്കിൽ അത് പെട്ടെന്ന് വാങ്ങിച്ചാൽ കഴിക്കുകയാണ്. വീട്ടിൽ വന്ന് പാചകം ചെയ്ത് കഴിക്കാനുള്ള ആ ഒരു മനസാന്നിധ്യം ഇല്ല. അപ്പൊ ഇതുപോലൊക്കെ തന്നെയാണ് ഡിസീസിന്റെ കാര്യം. അത് മെഡിസിൻ എപ്പോൾ കഴിക്കുന്നോ ആ നിമിഷം നിൽക്കണം. അത് അക്യൂട്ട് ആണേലും ക്രോണിക് ആണേലും എല്ലാം അത് തന്നെ. അത് കാരണം ആ സ്പീഡിലെത്താൻ പറ്റുന്ന എന്താണ് മാർഗം എന്നുള്ളത് കണ്ടുപിടിച്ച് നമ്മൾ മുന്നേറിയാൽ മാത്രമേ നമുക്ക് 1-2 സ്റ്റെപ്പ് കൂടെ മേളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന ചിലർ സ്പീഡിൽ പോകുമെന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ മേളിൽ ചെല്ലാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം ബാഡ് എഫക്റ്റും സൈഡ് എഫക്റ്റും ഇല്ല. ഏറ്റവും കൂടുതൽ സ്പീഡായിട്ട് ക്യൂർ ചെയ്യുമെന്നും കൂടെ പറഞ്ഞാൽ നമ്മുടെ ആ ലെവല് എന്തുമാത്രം ഉന്നതിയിലേക്ക് പോകുമെന്നുള്ളത് എല്ലാവർക്കും അത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് ക്രോണിക് ഡിസീസ് നമ്മൾ എടുക്കുമ്പം എല്ലാവർക്കും തന്നെ ഇപ്പോഴുള്ള പഠിച്ചിട്ടിറങ്ങുന്നവർക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാം. സോറ, സിഫിലിസ് ആൻഡ് സൈക്കോസിസ് എന്ന് പറയുന്ന 3 മിയാസം. അതിൻ്റെ അകത്ത് ഒരെണ്ണം കൂടെ, ട്യൂബർക്കുലർ ഡയാത്തിസിസ്. ഇതിൻ്റെ അകത്ത് 3-നകത്തും അധിഷ്ഠിതമായിരിക്കും ഇന്നുള്ള കാലത്തെ, ഇന്നെന്നല്ല, ക്രോണിക് ഡിസീസിന്റെ ഹോമിയോപ്പതി സിസ്റ്റം അനുസരിച്ചുള്ള റൂൾസ് ആണ്. നമ്മൾ ഈ ഒരു 3-4 മയാസത്തിനകത്ത് നിൽക്കുന്ന ഡിസീസുകളാണ് ഉള്ളത്. അപ്പൊ കറക്റ്റായിട്ട് ആ മയാസം ഏതാന്ന് കണ്ടുപിടിച്ച് ഒരുപാട് മിക്സ് ചെയ്തൊക്കെ വരും. സോറിക് സിഫിലിസ്, സോറിക് സൈക്കോസിസ്, സോറിക് സിഫിലിസ് ആൻഡ് സൈക്കോസിസ്, ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ അതിലെ പ്രയോറിറ്റി അനുസരിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ സഫർ ചെയ്യുന്ന, ഞാൻ ഉദാഹരണങ്ങൾ 1-2 പറയാം. സഫർ ചെയ്യുന്ന കാര്യത്തിന് ആദ്യം അതിന്റെ സിംറ്റംസ് എടുത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുക.
അത് ശരിയാണ്. ക്രോണിക് ഡിസീസ് എടുക്കുമ്പോൾ പേഷ്യന്റ് ആസ് എ ഹോൾ, അതായത് മൈൻഡ് ബോഡിയും, അത് രണ്ട് ഫിസിക്കൽ കംപ്ലൈൻസും മെന്റൽ കംപ്ലൈൻസും കൂടെ എടുത്താണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് ഏതിലാണ് അവർ കൂടുതൽ സഫർ ചെയ്യുന്നത്. അതെടുത്ത് മറ്റേത് കവർ ചെയ്ത് പോകുന്നില്ലെങ്കിൽ തന്നെ, കാരണം മറ്റുള്ള സിംറ്റംസ് ചിലപ്പോൾ നിൽക്കുന്നത് അതൊരു പിന്നെ സിഫിലിറ്റിക്കോ അല്ലെ മറ്റേ ട്യൂബർക്കുലോ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു മയാസത്തിൽ നിന്നാലും ഫസ്റ്റ് വലുതായിട്ട് സഫർ ചെയ്യുന്നത് സോറിക് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണെങ്കിൽ ആ സോറിക് മയാസത്തിലുള്ള സിംറ്റത്തിന് ഊന്നൽ കൊടുത്ത് അവിടെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൊടുത്ത് അത് പെട്ടെന്ന് തന്നെ മാറിക്കഴിയുമ്പോൾ പിന്നെ ടോട്ടലി ബാക്കിയുള്ളതെടുത്ത് ഏത് മയാസത്തിൽ വരുന്നു എന്ന് നമുക്ക് തീരുമാനിച്ച് നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ആകുമ്പോഴേ, കാരണം വലുതായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസ്ഥ മാറുമ്പോൾ തന്നെ അവർ സ്റ്റിക്ക് ഓൺ ചെയ്യും, പിന്നെ പോകത്തില്ല. മറ്റേതിന് ചിലപ്പോൾ ഒരു ശകലം, കാരണം ഡയബറ്റസ് ഒക്കെ പോലുള്ള കണ്ടീഷന് കുറച്ചുകൂടെ സമയം നമ്മൾ എടുക്കുന്നതുകൊണ്ട് അവരത് ഇത് മാറിയത് കൊണ്ട് അതിനൂടെ ട്രീറ്റ് ചെയ്ത് അവരങ്ങ് നിൽക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ആ പേഷ്യന്റിനെ നഷ്ടപ്പെടാതെ നോക്കാനായിട്ട് വളരെയധികം സാധിക്കും. ഇത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാല്, ഒരു 36 ഇയേഴ്സ് ഓൾഡ് മാൻ ആണ്, ചെന്നൈയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം സഫർ ചെയ്തിരുന്ന കാര്യങ്ങള് അലർജിക് റൈനൈറ്റിസ്, ഫീവർ ഫ്രീക്വന്റ് ആയിട്ടുണ്ടാകും. അതിന്റെ കൂടെ തന്നെ ത്രോട്ട് പെയിൻ, അതായത് അലർജിക് ടോൺസിലൈറ്റിസും അയാൾക്കുണ്ട്. ഇതിന്റെയൊക്കെ അഗ്രവേഷൻ ഏർലി മോർണിംഗില്, അതുപോലെ ഡസ്റ്റ് ഉണ്ടാകുമ്പോൾ, കോൾഡ് ക്ലൈമറ്റിൽ ഇരിക്കുമ്പോൾ, ക്ലൈമറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ക്ലൈമറ്റ് തന്നല്ല, AC റൂമിലോ ഫാൻ ഒരുപാട് ഇട്ടിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേന് ഈ ഒരു അവസ്ഥകൾ, റൈനൈറ്റിസും കഫും ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന് അഗ്രവേറ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ വീസിംഗ് ഉണ്ട്, ആസ്മ ഉണ്ട്. ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഇൻഹേലറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് 1-2 ഇൻഹേലറൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആസിഡ് റിഫ്ലക്സ്, എസ്പെഷ്യലി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ക്രോണിക് അസിഡിറ്റി ഉണ്ട്, ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകും. മോസ്റ്റ്ലി ഈവനിങ് അവേഴ്സിലാണ് അത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. എപ്പിസ്റ്റാസിസ് ഉണ്ട്, അത് നോസ് ബ്ലീഡ് ചെയ്യുന്നത്. സ്നീസിങ് കൂടി ആഫ്റ്റർ സ്നീസിങ്ങിലാണ് ഈ ബ്ലീഡിങ് നോസിൽ നിന്നുണ്ടാകുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് ഹൈ BP ഉണ്ട്, ഹൈപ്പർ ലിപ്പിഡീമിയ ഉണ്ട്, ഡയബറ്റിസ് ആണ്. 3 വർഷമായിട്ട് ഇതിനെല്ലാം തന്നെ അലോപ്പതിക് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. തേഴ്സ്ലെസ്നെസ് ഉണ്ട്, സ്ലീപ്പ് അപ്നിയ ഉണ്ട്, സയാറ്റിക് പെയിൻ, റൈറ്റ് ലെഗിന് സയാറ്റിക് പെയിൻ ഉണ്ട്, എസ്പെഷ്യലി നൈറ്റിലെ പെയിൻ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഇൻഡുറേഷൻ ഓഫ് ടെസ്റ്റിക്കിൾസ്, പിന്നെ ഇൻഫെർട്ടിലിറ്റി. അപ്പൊ എന്നോട് ബാക്കിയുള്ള കംപ്ലൈൻറ്റ്സ് പറഞ്ഞപ്പോ ഈ ഇൻഡുറേഷൻ, ഇങ്ങനെ ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ തടുപ്പ് കൊണ്ടാണോ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നത് എന്ന് പ്രത്യേകം ചോദിച്ചിരുന്നു. 5 വർഷമായി മാര്യേജ് കഴിഞ്ഞിട്ട്. എക്സസ് ആപ്പിറ്റേറ്റ് ഉണ്ട്, പിന്നെയും കുറെ സിംറ്റംസ് ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് കളക്ട് ചെയ്ത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം ഇത് നമ്മൾ ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവിക്കുന്നത് കൊണ്ട്, അലർജിക് റൈനൈറ്റിസ്, കാരണം ആ ശ്വാസം മുട്ടൽ ആദ്യം ശ്വസിക്കുക എന്നുള്ള ഒരു സംഭവം കഴിഞ്ഞിട്ട് വേണമല്ലോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എടുക്കാൻ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ അതിന്റെ മെഡിസിൻ കൊടുക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളതും കൂടെ കവർ ചെയ്യും. എന്നിരിക്കലും അത് ആ ബ്രീത്തിങ് കംപ്ലൈന്റ് എടുത്തുകൊണ്ട് ഞാൻ ആർസനിക് ആൽബമാണ് കൊടുത്തത്. പക്ഷേ ആദ്യം അതങ്ങ് കുറഞ്ഞിട്ട് വളരെ ഒരാഴ്ച 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ആ സിംറ്റംസ് പഴയ സിവിയറിറ്റി ഇല്ലെങ്കിലും അതുപോലെ തന്നെ ഉണ്ടാകുക. അപ്പൊ ആ ഒരു സോറിക് എന്ന് പറയുന്ന ഒരു മരം അവിടെ നിൽപ്പുണ്ട്, അതിൻ്റെ അകത്തെ കുറച്ച് ഇലകൾ മാത്രമേ കൊഴിഞ്ഞു പോയിട്ടുള്ളൂ. അപ്പൊ ആ മരത്തിനെ നമ്മൾ വെട്ടി മാറ്റിയാൽ മാത്രമേ, ഞാൻ ഉദ്ദേശിക്കുന്നത് ആ റൂട്ട് കോസ് അതെടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് അതിനൊരു കംപ്ലീറ്റ് ക്യൂർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തത്തുള്ളൂ. അപ്പം വീണ്ടും നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്താലും അതേ തരത്തിൽ തന്നെ കുറച്ച് ദിവസം കുറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നെയല്ല, മറ്റുള്ള ഡിസീസ് ഒക്കെ നിൽക്കുന്നതിന് നമ്മൾക്ക് ആ ഒരു മെഡിസിൻ കൊണ്ട്, ആർസനിക് ആൽബം കൊണ്ട് കവർ ചെയ്ത് പോകത്തില്ല ബാക്കി നിൽക്കുന്നത്. ഇങ്ങനൊരു സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോംപ്ലിമെന്ററി ആയിട്ടോ അല്ലെ റെമഡീസ് ദാറ്റ് ഫോളോ വെൽ എന്നുള്ള റെമഡീസ് അതിന്റെ ഗ്രൂപ്പ് എടുത്തിട്ട് ഇതേ സിംറ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഇപ്പം ബ്രീത്തിങ് ട്രബിൾ, റെസ്പിറേറ്ററി കംപ്ലൈന്റ് ആണ്, നമ്മൾ അതിനാണ് ആക്കം കൊടുത്തെടുത്തേക്കുന്നത്. അതിനെ ക്യൂർ ചെയ്ത് പോകത്തക്ക രീതിയിലുള്ള റെമഡീസ് ദാറ്റ് ഫോളോ വെല്ലിലെ ആ നമ്പേഴ്സ് എടുത്തിട്ട് നമ്മൾ കൊടുത്തത്, ഞാൻ ഫോസ്ഫറസ് ആണ് കൊടുത്തത്, അതേ പൊട്ടൻസിയിൽ ആർസനിക്ക് 10 mg കൊടുത്തതെങ്കിൽ ഫോസ്ഫറസിന് 10 mg തന്നെ നമ്മൾ പേഷ്യന്റിന് കൊടുത്താൽ അവരുടെ കംപ്ലൈന്റ് റിക്കവർ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം.
ഇതുപോലുള്ള ഒരുപാട് കേസസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ആ കംപ്ലൈന്റ് ഒന്ന് വരും, വീണ്ടും അത് കുറച്ച് ദിവസം നിന്നിട്ട് നാളെ നിന്നിട്ട് അപ്പം എന്നാൽ ആ ഒരു കൊടുത്ത റെമഡിയിലെ ഫുൾ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ കവർ ചെയ്ത് നിന്നെങ്കിൽ വേറെയാണ് ട്രീറ്റ്മെന്റിന്റെ, അത് ഞാൻ പിന്നെ പറയാം. ഇത് പക്ഷേ ബാക്കിയുള്ള മെയാസും കൂടെ അവിടെ നിൽക്കുന്നു. സൈക്കോട്ടിക് ആണ്, അതിൻ്റെ ഇടയ്ക്ക് ഡയബറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ഇതൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഈ റെമഡീസ് ദാറ്റ് ഫോളോ വെൽ കൊടുത്താൽ നമുക്ക് ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരും. വന്നു കഴിഞ്ഞാൽ അതങ്ങ് ക്യൂർ ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കംപ്ലൈൻറ്റ്സ് പിന്നെ നിൽക്കുന്നത് ഹൈ ബി പിയും ലിപ്പിഡീമിയ, ഡയബറ്റിസ് എന്നൊക്കെയുള്ള അവസ്ഥയാണ്. സയാറ്റിക് പെയിൻ, ഇതെല്ലാം തന്നെ പിന്നെ സൈക്കോട്ടിക് ആയിട്ടുള്ള നേച്ചറാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ഇൻഫെർട്ടിലിറ്റി, പിന്നെ ആ ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ പിന്നെയാണ് ട്രീറ്റ്മെന്റ് ഞാൻ കൊടുത്തത്. ആ സമയത്ത് സൈക്കോട്ടിക് ആയിട്ടുള്ള റെമഡിയാണ് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗായിട്ട് ആ സമയത്ത് കൊടുത്തത്. അപ്പൊ ഏറ്റവും ഞാനത് കൂടുതലും ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ആ ഒരു പേഷ്യന്റ് പോകാതിരിക്കും. പ്രത്യേകിച്ച് ക്രോണിക് ഡിസീസ് ആകുമ്പം, ക്രോണിക് എന്നുള്ള പേര് തന്നെ നമുക്കത് പ്രൊലോങ് ചെയ്തു പോകും എന്നുള്ള അവസ്ഥ വരുമ്പം വലുതായിട്ട് ബുദ്ധിമുട്ടിയ അവസ്ഥ പെട്ടെന്നങ്ങ് മാറ്റിയാൽ അവര് വീണ്ടും ആ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് അവിടെ തന്നെ നിൽക്കും. അപ്പം നമുക്ക് ബാക്കിയുള്ളത്, കാരണം ഹൈപ്പർ ലിപ്പിഡീമിയ ഒക്കെ പിന്നെ പെട്ടെന്നങ്ങ് മാറും. തൂജയൊക്കെ നല്ല മെഡിസിനാണ്. തൂജ 10mന്റെ ഒരു ഡോസ് കൊടുത്താൽ വളരെ പെട്ടെന്നാണ്. ഹൈ ബി പി ആണെങ്കിലും ലിപ്പിഡീമിയയും പിന്നെ ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇന്ന് ഒരു സിസ്റ്റത്തിലും ഒരുപാട് കോസ് ഉണ്ട്. ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആയിട്ട് മാറാൻ ഒരുപാട് കോസ് ഉണ്ട്. അപ്പൊ ഈ കോസ് എല്ലാം കണ്ടുപിടിച്ചാലേ നമുക്ക് ആ കോസിന് അഗൻസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താലേ അത് നിൽക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആർക്കും തന്നെ ഒരുപാട് കേസസിൽ എനിക്ക് തന്നെ ഉണ്ട് 3-4 കേസ് കംപ്ലീറ്റ് ക്യൂർ ആയി നോർമൽ ഫുഡ് കഴിച്ച് നോർമൽ പേഴ്സൺ ആയിട്ട് ഒരു മെഡിസിനും കഴിക്കാതെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ബാക്കി ഒരുപാട് കേസസും ഓൾറെഡി ട്രീറ്റ്മെന്റിലാണ്, കൺട്രോൾഡ് ആണ്. പക്ഷെ ക്യൂർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഒരുപാട് കോസിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. പിന്നെ ഒരുപാട് പാങ്ക്രിയാസിൽ നിന്ന് ബീറ്റാ സെൽസ് ഒക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയിൽ നമുക്ക് അതൊക്കെ തിരിച്ചതിനെ പുനർജനിച്ച് കൊണ്ടുവന്ന് കുറെയെങ്കിലും ഇൻസുലിന്റെ അളവ് നോർമൽ കണ്ടീഷനിൽ കൊണ്ടുവരാനൊക്കെ കുറച്ച് സമയം എടുക്കും. പക്ഷെ മറ്റേത് മാറിയത് കൊണ്ട് ഇവര് അതിൽ തന്നെ തുടരുകയും ചെയ്യും. ഇനി ഇതും എൻ്റെ എക്സ്പീരിയൻസ്, അനുഭവത്തിൽ നിന്ന്, അതായത് പ്രാക്ടീസിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ്. ക്രോണിക് കേസസിന് നമ്മൾ കേസ് സ്റ്റഡി ചെയ്ത് അവരുടെ ഹെഡ് ടു ഫുട്ടുള്ള സിംറ്റംസ് എടുത്ത് മെന്റൽ കണ്ടീഷൻ അതും എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഡോസ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയുടെ ഫസ്റ്റ് ഡോസ് കൊടുത്താലേ ചിലത് പെട്ടെന്ന് തന്നെ അവരത് പറയാറുണ്ട്. ആ സിംഗിൾ ഡോസ് ഡോക്ടറെ അത് കഴിച്ച ഉടനെ തന്നെ ഞങ്ങൾക്ക് ആ 24 hours പെട്ടെന്നാണ് സിംറ്റംസ് എല്ലാം ഇല്ലാതാകുന്നത്. ബുദ്ധിമുട്ടില്ല. പക്ഷേ 24 hours കഴിഞ്ഞതിന് ശേഷം പതുക്കെ 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 അതേ സിംറ്റം തന്നെ കയറി വരും. എന്തൊക്കെയാണോ സിംറ്റംസ് അതെല്ലാം തന്നെ തിരിച്ചു വരും. അപ്പം ഇങ്ങനെ വരുമ്പം നമുക്കറിയാം ഹോമിയോപ്പതിക്ക് അഗ്രവേഷൻ ഉണ്ടാകും. അവർക്ക് ആ പൊട്ടൻസി നമ്മൾ ഗ്രേഡ്, അതായത് പൊട്ടൻസിയുടെ ലെവൽ 10m എന്നുള്ളത് ചിലപ്പോൾ 50m ആയിരിക്കാം കൊടുത്തത്. ആ ബുദ്ധിമുട്ട് കണ്ടാണ് ആ 50m കൊടുക്കുന്നത്. പക്ഷെ ആ 50m വേണ്ട, 10m തന്നെ അത് നിന്നു പോകുമായിരുന്നു എന്നുള്ളിടത്ത് വരുമ്പോൾ ഹോമിയോപ്പതിക്ക് അഗ്രവേഷൻ അവിടെ ഉണ്ടാകും. ആ 24 hours അത് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ ഹോമിയോപ്പതിക്ക് അഗ്രവേഷൻ ഉണ്ടാകുമ്പം അതേ റെമഡിയുടെ തന്നെ ലോവർ പൊട്ടൻസി കൊടുത്താൽ ആ അഗ്രവേഷൻ പെട്ടെന്ന് തന്നെ കുറഞ്ഞു വരും. അതായത് 50m കൊടുത്തത്, അഗ്രവേഷൻ ഉണ്ടായെങ്കിൽ 10m കൊടുത്താൽ അത് കുറഞ്ഞു വരും. അത് 1-2 ദിവസത്തിനകം തന്നെ നോർമലായിട്ട് സ്ലോലി ഒരു 1 week ആകുമ്പോഴത്തേന് ആ കംപ്ലൈന്റ് പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചിലർക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു 1 week കുഴപ്പമില്ല, കുറഞ്ഞാ വന്നത്. ഈ 1 week കഴിഞ്ഞതിന് ശേഷം വീണ്ടും പിന്നെയും ആ കംപ്ലൈന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ, മറ്റേത് 24 hours ആണ്, പെട്ടെന്ന് സഡൻ അഗ്രവേഷൻ, അതിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ 1 week കുറഞ്ഞാ വന്നത്. ഒരാഴ്ച ഒരു കുഴപ്പമില്ലാത്ത സുഖമായിട്ട് ഉറങ്ങാനും സാധിച്ചു എന്നവർ പറഞ്ഞ് വീണ്ടും ആ സിംറ്റംസ് വന്നാൽ കൊടുത്ത പൊട്ടൻസിയുടെ കുറച്ചുകൂടെ മേളിലോട്ട് കയറ്റി, അതായത് 10m നമ്മൾ കൊടുത്തെങ്കിൽ 50m കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ ആ കംപ്ലൈന്റ് കുറഞ്ഞു വരുന്നതായിട്ടും കാണാം. കാരണം അവർക്ക് ആ ഇനഫ് അത് പോരാ, ആ പൊട്ടൻസിൽ അത്രയും കുറഞ്ഞു വന്നു. എന്നാലും അതിനെ കവച്ചു വെക്കത്തക്ക രീതിയിലാണ് വീണ്ടും നമ്മുടെ ബോഡി, അതായത് ഏത് മാനിഫെസ്റ്റേഷൻ ആണോ അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിലും കൂടിയ പൊട്ടൻസി നമ്മൾ കൊടുത്താൽ മാത്രമേ ആ ഡിസീസിനെ നമുക്ക് കൺട്രോൾ ചെയ്തും റിക്കവർ ചെയ്തും കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ.
അതായത് ഇപ്പം എല്ലാ സിസ്റ്റത്തിലും ഇതൊക്കെ ബാധകമായിട്ട് വന്നിരിക്കുന്നത്. അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിനിൽ അവരിപ്പോ പറയുന്നത് ഒരു ആന്റിബയോട്ടിക്കും വർക്ക് ചെയ്യുന്നില്ല. ഈ പുതിയതായിട്ട് ആന്റിബയോട്ടിക്സ് ഒക്കെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഡിസീസ് ക്യൂർ ചെയ്യാനായിട്ട്, ക്യൂർ എന്നുണ്ടോ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മള് ശരിയായിരിക്കാം പല റൂൾസും 17-ാം നൂറ്റാണ്ടില് ഡോക്ടർ സാമുവൽ ഹനുമാൻ പലതും അദ്ദേഹം ആ എന്തെല്ലാം രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതി അതുപോലെ വെച്ച് തന്നിട്ടുണ്ട്. പക്ഷെ അതന്ന് 17-ാം നൂറ്റാണ്ടാണ്. അന്നത്തെ ഫുഡ്, അന്നത്തെ അറ്റ്മോസ്ഫിയർ, ഇതൊന്നും തന്നെയല്ല ലിവിങ് സ്റ്റൈല്, ഇതൊന്നും തന്നെയല്ല തലമുറകൾ കഴിഞ്ഞ് ഇനി വന്നപ്പം. അപ്പൊ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ തിരക്കിട്ട ഈ ഒരു ജീവിത സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളൂടെ അതുകൂടെ നമ്മുടെ ട്രീറ്റ്മെന്റിനകത്ത് നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് സേഫ് ആയിട്ട് ക്യൂർ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാലും ഞാൻ ഹനുമാന്റെ സിസ്റ്റം അതേ റൂൾസ് അതേപോലെ ഫോളോ ചെയ്യുന്ന ആളാണ്. സിമിലിയ സിമിലസ് ക്യൂറും ഹയസ്റ്റ് ഐഡിയൽ ഓഫ് ക്യൂറും സിംഗിൾ റെമഡി അറ്റ് എ സിംഗിൾ ടൈം ഇതെല്ലാം പാലിക്കുന്നുണ്ട്. എന്നാലും ജീവിതത്തിലെ ചില ആ അനുഭവങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് റിക്കവറി ഉണ്ടാകുമെങ്കിൽ ആ തരത്തിൽ നീങ്ങുന്നത് കൊണ്ട് തെറ്റില്ല. വേറെ ഒരു ക്രോണിക് കേസസിലെ ഒരുപാട് മെഡിസിൻ കൊടുത്തിട്ട്, ഇതെനിക്കൊരു റെഫർ ചെയ്ത് കിട്ടിയ 2-3 കിട്ടിയിട്ടുണ്ട്. അതിലെ ഒരെണ്ണമാണിത്. അവര് എല്ലാ മെഡിസിനും കൊടുത്ത് പരീക്ഷിച്ച് തീർന്നപ്പോൾ ഒരുപാട് ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്തു. അതിലൊന്നും തന്നെ ക്യൂർ കിട്ടാതെ വരുന്ന അവസ്ഥയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഫോർമുല തന്നെയാണ് അത് ഞാൻ പറയാം. ഒരു കേസ് എൻ്റെ അടുത്ത് അവര് പറയുമ്പം ആ പേഷ്യന്റിനെ വിടുമ്പം റൈറ്റ് സൈഡ് റൈറ്റ് ഷോൾഡറിന് പെയിൻ ഉണ്ട്. അത് ഫിംഗേഴ്സിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അഗ്രവേഷൻ നൈറ്റ് ആണ്. സഡൻ മൂവ്മെന്റില്, അതുപോലെ ബാക്ക്വേർഡ് കൈ പുറകോട്ട് എടുക്കുന്ന മൂവ്മെന്റില്, സ്ട്രെച്ച് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ കിടക്കുന്ന അവസരത്തിലൊക്കെ തന്നെ നല്ല പെയിൻ ഉണ്ടാകും. അത് നൈറ്റിലാണെങ്കിലും ഉറക്കത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞാൽ നല്ല പെയിനാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവർക്ക് സ്ലീപ്പും ഡിസ്റ്റർബ്ഡ് സ്ലീപ്പാണ് കിട്ടുന്നത്. ഇൻക്രീസ്ഡ് സലൈവേഷൻ ഉണ്ട്. ചെസ്റ്റിൽ ഒബ്സ്ട്രക്ഷൻ എസ്പെഷ്യലി നൈറ്റ് അവേഴ്സിലുണ്ടാകും. ഷോൾഡർ സ്വള്ളനാണ്. ഹീറ്റ്, ചൂട്, നമുക്ക് അവിടെ തൊട്ടാൽ നല്ല ചൂടായിട്ട് നമുക്ക് സെൻസേഷൻ, ചൂട് ഫീൽ ചെയ്യും നമുക്ക്. ബാത്തിങ് അഗ്രവേഷൻ ആണ്. ബവൽ നോട്ട് സാറ്റിസ്ഫൈഡ് ആണ്. 2-3 പ്രാവശ്യം പോയാലും സാറ്റിസ്ഫൈഡ് അല്ല. നൈറ്റില് സ്നഫിൾസ് ഉണ്ട്. മൂക്കടച്ചിട്ട് ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ്. സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നൂസിയ ഉണ്ട്. എന്നാൽ വൊമിറ്റിംഗ് ഇല്ല. ബേണിംഗ് സെൻസേഷൻ ഷോൾഡറിനുണ്ട്. റബ്ബ് ചെയ്യുമ്പം ഒരു ആശ്വാസം കിട്ടും. അമിലറേഷൻ ആണ്. പ്രൊഫ്യൂസ് പെർസ്പിറേഷൻ ആണ്. സഡൻ മൂവ്മെന്റിലൊക്കെ പെയിൻ നന്നായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് എൻ്റെ അടുത്തോട്ട് ആ പേഷ്യന്റിനെ വിട്ടത്. അപ്പൊ ആ സമയത്ത് ആ ഡോക്ടറിനോട് പറഞ്ഞു ഞാൻ ഇനിയും കൊടുക്കുക. അപ്പൊ ഞാൻ അതിനു മുമ്പേ ഈ പേഷ്യന്റിനെ വിടുന്നതിന് മുമ്പേ കുറച്ച് മെഡിസിൻ ഇന്നതൊന്ന് കൊടുത്തു നോക്കിയോന്ന് ഏത് മരുന്നിന്റെ കാര്യം പറഞ്ഞാലും അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന്റെയൊക്കെ 2-3 തരത്തിലുള്ള പൊട്ടൻസിയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഒന്നും ഇയാൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഒരു ദിവസം വല്ല ഇച്ചിരി ഒന്ന് പെയിൻ കുറയും, പിന്നെ വീണ്ടും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നിൽക്കുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേന് ഒരു ടോട്ടലി എല്ലാ മയസും കൂടെ ചേർന്ന് വരുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ റൈറ്റ് സൈഡ് റെമഡീസ് കൊടുത്തു, എക്സ്റേ പോലെ അതുപോലുള്ള മെഡിസിൻസ് അതൊക്കെ കൊടുത്തിട്ടാണ് ഈ വ്യക്തിക്ക് യാതൊരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് ഫസ്റ്റ് സൾഫർ വണ്ണം കൊടുക്കുക. ഒരു 3 വീക്സ് കഴിയുമ്പം മെഡോറിനം വണ്ണം കൊടുക്കുക. എഗെയിൻ 3 വീക്സ് കഴിയുമ്പം സിഫിലിനം വണ്ണം കൊടുക്കുക. വീണ്ടും ഡിസീസ് വന്നാൽ ഇതേ ഫോർമുല തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം സാധിക്കും. പക്ഷേ മെഡോറിനം കൊടുത്തൊ കഴിയുമ്പോഴത്തേന് തന്നെ അത് മാറുന്നതായിട്ട് ആ 3 മയാസവും നമ്മൾ കവർ ചെയ്യുകയാണ്. അപ്പൊ പ്രത്യേകിച്ച് ആ സിംറ്റംസ് എല്ലാം ശരിയാണ്. സൾഫറിന്റെ സിംറ്റംസ് ഒരുപാട് പറയുന്നുണ്ട്. സോറിക്ക് പറയുന്നുണ്ട്, മെഡോറിനത്തിന്റെയും പറയുന്നുണ്ട്. അതായത് സിഫിലിറ്റിക്, സൈക്കോട്ടിക് ആയിട്ടുള്ളതും സിഫിലിറ്റിക് ആയിട്ടുള്ള കംപ്ലൈൻസും പറയുന്നുണ്ട്. ഇത് വരുമ്പോൾ ആ മയാസ്മാറ്റിക് റെമഡീസ് തന്നെയും കൊടുക്കുക. അല്ലാതെ നമ്മൾ അത് എടുത്ത് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ എടുത്തുകൊണ്ട് വന്ന, കാരണം ഒരുപാട് മെഡിസിൻ ഉള്ളിൽ ചെന്നിരിക്കുന്നു, അതിൻ്റെ അകത്ത് ഫലപ്രദമായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത്, ഒരുപാട് മെഡിക്കേഷൻസ് കഴിഞ്ഞ ആൾക്കാരിൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അതിന് റിസൾട്ട് കിട്ടുന്നതാണ്, റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. അതുപോലെ പല അനുഭവത്തിൽ നിന്നും ഫിസിക്കൽ കംപ്ലൈൻസ് മാത്രം നോക്കിയിട്ട് നമ്മൾ മെഡിസിന് സെലക്ട് ചെയ്യരുത്. അത് കിട്ടിയ അനുഭവം ഒരു എക്സാമ്പിൾ ഒന്ന്, ഒരു 36 years ഓൾഡ് ലേഡി, അവർക്കും റൈനൈറ്റിസും ബ്രോങ്കൈറ്റിസും ആസ്തമ ഉണ്ടായിരുന്നു, ബോഡി പെയിന്, ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, സ്ലീപ്ലെസ്നെസ്, മൈഗ്രെയിൻ ഉണ്ട്, ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്. സാധാരണ നമ്മൾ ഇവരുടെ കേസ് ഇങ്ങനെയൊക്കെ ഉള്ളത് പറയുമ്പോഴത്തേന് ഒരുപാട് മെഡിസിൻ, ജെൽസീമിയം അല്ലെങ്കിൽ ആഴ്സാൽബ്, ഹെപ്പാർസൾഫ്, അലിയൻസീപ്പ, അഗ്രാഫിസ് ന്യൂട്ടൻസിന്റെ ടിഞ്ചർ, യൂക്കാലിപ്റ്റസ്, ബ്ലാറ്റ, ഇതൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വരും. അതൊക്കെ വേണമെങ്കിൽ ഇന്റർകറന്റ് ആയിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എടുത്ത് ഈ ലേഡിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്, എനിക്ക് തോന്നുന്നത് നേട്രം സൾഫാണ് വന്നത്. ഞാനത് മറ്റുള്ള കാര്യം പറയാൻ വന്നതുകൊണ്ടാണ് ആ റെമഡി കറക്റ്റ് ആയിട്ട് നേട്രം സൾഫാണ്. അതിന്റെ ഹയർ ഡോസ് തന്നെ കൊടുത്തിട്ട് ഇവർക്ക് കുറയുന്നില്ല. അപ്പം വീണ്ടും സാധാരണ രീതിയിൽ ഒരു അലർജി കംപ്ലൈൻറ്റ്സ് എന്തെങ്കിലും വന്നാൽ എങ്ങനെയോ ഒരു 1 week കൊണ്ട് അത് 99% മാറുന്നതായിട്ടാണ് അനുഭവം കിട്ടിയേക്കുന്നത്. പക്ഷേ ഇതിന് 3 weeks, 2 ആഴ്ച ഇത് വന്നു. 3-ാമത്തെ ആഴ്ച വരാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡോ വീട്ടിലുള്ള ആരെങ്കിലും കൂട്ടി വേണം വരാനെന്ന് പറഞ്ഞു, കാരണം കുറവില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പൊ വന്നു കഴിഞ്ഞപ്പം ഞാൻ കൂടെ വന്നാൽ, നമുക്ക് ഈ മെന്റൽ കംപ്ലൈന്റ് കൂടെ ആരെങ്കിലും വന്നാലേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. സ്വയം കുറവുകൾ സമ്മതിക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് കൂട്ടത്തിൽ ആരെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞത്. ഹസ്ബൻഡാണ് വന്നത്. വന്നപ്പോഴത്തേന് ഇതിന്റെ ഹിസ്റ്ററി, അതായത് മെന്റൽ കംപ്ലൈന്റ് ഇയാള് ആ സമയത്താണ് വിവരിച്ചു തരുന്നത്. അപ്പൊ ഈ പെൺകുട്ടിക്ക് സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഈ മെഡിസിൻ കൊടുത്താൽ അങ്ങ് നിൽക്കേണ്ടതാണ്. പക്ഷെ ഈ പെൺകുട്ടിക്ക് ഒരു ഭയമുണ്ട്, ഡിപ്രഷനുണ്ട്. ഈ ഭയം എന്തിനെ കുറിച്ചാണ് എന്ന് ചോദിച്ചപ്പം പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഭയം. അതിനൊരു സംഭവം ഉണ്ടായി. ഇത് പ്രഗ്നന്റ് ആയിട്ടിരിക്കെ ഇതിന്റെ ഫാദറിന്റെ ഇല്ലോസുമായിട്ടൊന്നും നല്ലൊരു റിലേഷൻ അല്ല. ഫാദറിന്റെ ഇതിനെ തെള്ളിയൊന്നിട്ടു. അവർക്ക് ഇതിനെ വേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് അപ്പൊ അങ്ങനെ തെള്ളിയിട്ടപ്പോ ഇവര് രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ടു, ഇങ്ങനെയൊക്കെ പറ്റി എന്നൊക്കെ പറഞ്ഞ് പോലീസ് വിളിച്ച് താക്കീതൊക്കെ ചെയ്തു വെച്ചു. അപ്പം മുതലേ ഈ ഇൻലോസ് ഇവളെ എന്തൊരു കാര്യം ചെയ്താലും ഭയപ്പെടുത്തും. ഞങ്ങൾ പോലീസിനോട് പറയും നിന്നെ പിടിപ്പിക്കും എന്നും പറഞ്ഞ് ഇതിനെ ഭയപ്പെടുത്തുമായിരുന്നു. അപ്പൊ അത് അതിന്റെ ഉപബോധ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കുട്ടി എപ്പോഴും ഒരു കാരണമില്ലെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്യുമോ, വെറുതെ ഒരു കാര്യമില്ലെങ്കിലും ഇവളുടെ അതിന്റെ കൂടെ ഡിപ്രഷനും ഉണ്ട്, മെന്റൽ കംപ്ലൈന്റും കൂടെ ഉള്ള കുട്ടിയാണ്. അത് എപ്പോഴും ഇങ്ങനെ പറയും, എത്ര പറഞ്ഞ് സമാധാനിപ്പിച്ചാലും അതിന് മാറ്റമില്ല എന്നയാൾ പറഞ്ഞു. അപ്പം ഇതിന്റെ സോറിക്കാണ് നമുക്ക് കണ്ടാലറിയാം അവളുടെ ബാക്കിയുള്ള കംപ്ലൈന്റ്. നീ ആഴ്സനിക് ആൽബോ അല്ലെ നേട്രസൾഫോ സോറിക്കല്ല, എന്നാലും കൊടുത്ത ആഴ്സനിക് ആൽബം കൊടുത്താൽ അങ്ങ് മാറിപ്പോകേണ്ട ഒരു കംപ്ലൈന്റ്. ഈ 3 weeks ഇന്നപ്പം ഞാൻ ആ മെന്റൽ കണ്ടീഷൻ മാത്രം അങ്ങ് എടുത്തു. ആ മെന്റൽ കണ്ടീഷൻ മാത്രം എടുക്കുമ്പോൾ നമ്മളത് അന്തം വിടും. ഒരു അലർജിക് കണ്ടീഷനൊക്കെ ഒരു സിംഗമെറ്റ് കൊടുത്ത് മാറുക എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം മൈൻഡ് അങ്ങ് ഫ്രീ ആകട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. കാരണം സിംഗമെറ്റിന് അതേ കംപ്ലൈന്റ് പറയുന്നുണ്ട്, എപ്പോഴും അതിന്റെ കൂടെ ഡിപ്രഷനും ഉണ്ട് പറയുന്നുണ്ട്. ഈ ഒരു സംശയം നിൽക്കും, പോലീസ് അറസ്റ്റ് ചെയ്യുമോ ഒരു റീസണും ഇല്ലാതെ എന്നുള്ള ഒരു കംപ്ലൈന്റ് അതിൻ്റെ അകത്ത് നമുക്ക് ബോറിക്കെടുത്ത് വായിച്ചാൽ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ മൈൻഡ് ഫ്രീ ആയിട്ട് പിന്നെ ബാക്കിയുള്ള റെസ്പിറേറ്ററി കംപ്ലൈന്റിന് ട്രീറ്റ് ചെയ്യാമെന്നുള്ള തരത്തിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളുടെ ഫിസിക്കൽ കംപ്ലൈന്റ് കൂടെ അങ്ങ് മാറി. ഇൻഹേലറൊക്കെ 2-3 തരത്തിലുള്ള ഇൻഹേലർ യൂസ് ചെയ്യുന്ന സ്ത്രീയാണ്, അവൾക്ക് ആ കംപ്ലൈന്റ് അങ്ങ് മാറി. അപ്പം ഒരു ക്രോണിക് കേസ് നമുക്കത് മാറാതെ റിസൾട്ട് കിട്ടാതെ നിന്നാൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ആ മൈൻഡിന്റെ കംപ്ലൈന്റ്, അതുപോലെ തന്നെ സോറി കേസസിലെല്ലാം തന്നെ നമുക്ക് റെയർ ആൻഡ് പെക്യൂലിയർ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ എടുത്താല് ഫിസിക്കലി നിൽക്കുന്ന ആ കംപ്ലൈന്റ് കൂടെ അങ്ങ് മാറിപ്പോകും. അത് മാറാതെ നിൽക്കുവാണ്. ഒരു 3 weeks ഒക്കെ പോയാൽ പെട്ടെന്ന് തന്നെ അത് ചെയ്താൽ നമുക്ക് അതിന് നല്ലൊരു റിസൾട്ട് കിട്ടും.
അതുപോലെ വേറെ ഒരു ഇതേ സെയിം തന്നെ ഈ റീസെന്റ് വന്നതായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ഓർക്കുന്നത്. ഇതിനു മുമ്പ് ഈ പറഞ്ഞതുപോലെ മെന്റൽ കംപ്ലൈൻറ്റ്സ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓരോരോ ഡിസീസിനും. അപ്പൊ നമ്മൾ അന്തം വിടും. ഒരിടത്തും കെൻഡിലാന്നേലും ബോറിക്കിലാന്നേലും ഒന്നും ഈ പറഞ്ഞ വേറെ ഫിസിക്കലി പറയുന്ന കംപ്ലൈന്റ് യാതൊന്നും ഇല്ല. എന്നാൽ തന്നെ ആ മെന്റൽ കംപ്ലൈന്റ് മാത്രം എടുത്ത് നമ്മൾ കൊടുത്താൽ അതിന്റെ കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് ആയിട്ട് മാറും. വേറെ ഒരു കേസ് ഇതുപോലെ തന്നെ വന്നത് ഒരു 40 years ഓൾഡ് മാനാണ്. അയാൾക്കും സിവിയർ ആസ്മയായിരുന്നു. ആസ്മയും അതിനെ തുടർന്ന് ഒരുപാട് റെസ്പിറേറ്ററി കംപ്ലൈന്റും ഉണ്ട്. ഇയാളും ഇതുപോലെ ഒരു 2 ആഴ്ചയോളം ഒട്ടും മാറ്റമില്ലാതെ നിന്നു. അയാൾക്കും ഈ പറഞ്ഞതുപോലെ ഞാൻ സാധാരണ രീതിയിൽ നമ്മൾ റെസ്പിറേറ്ററി കംപ്ലൈന്റിന് കൊടുക്കുന്ന ജൽസീമിയോ ആർസനിക് ആൽബോ ഒക്കെ തന്നെ കൊടുത്തത്, വണ്ണമ്മോ ഒക്കെ പൊട്ടൻസിയാ കൊടുത്തത്. വന്ന് മാറ്റമില്ലാതെ വന്നപ്പം ഞാൻ പറഞ്ഞു കൂടെ സാധാരണ അയാളുടെ ജോലി കഴിഞ്ഞിട്ട് ജോലി സ്ഥലത്തു നിന്നാണ് അങ്ങോട്ട് വരുന്നത്. തവണ വൈഫിനെ കൂട്ടി വരണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പം വൈഫുമായിട്ട് വന്ന് ബാക്കിയുള്ള ഇയാളുടെ കംപ്ലൈൻറ്റ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഇയാൾ പെട്ടെന്ന് വയലന്റായി വൈഫിന്റെ ഒരുപാട് കുറ്റങ്ങൾ തന്നെ അവരെ വളരെ നീചമായ രീതിയിൽ പറയാൻ പറ്റുന്ന രീതിയിലെല്ലാം തന്നെ അവരൊരു സംസാരിച്ചു. അവരെന്തോ ജസ്റ്റ് എന്തോ ഒന്ന് പറഞ്ഞ് പ്രൊവോക്ക് ചെയ്തതാ. കൊണ്ടിരിക്കുന്ന ആൾക്ക് ഇയാൾക്ക് പിന്നെ ഡോക്ടറെ പിന്നെ ഡിപ്രഷൻ അല്ല ആങ്സൈറ്റിയാ ഉള്ളതെന്ന് മാത്രം ഇവരൊന്ന് പറഞ്ഞു. അതേ തുടർന്നാണ് ഉണ്ടായത്. അപ്പൊ ഇയാളുടെ സത്യം പറഞ്ഞാൽ ആ സമയത്ത് വൈഫിനെ കൊണ്ടുവരാനും ഇയാളുടെ നേച്ചർ കാണാനും സാധിച്ചതുകൊണ്ട് വിത്തിൻ 3-4 days അയാൾക്ക് ക്യൂർ കിട്ടി. അപ്പൊ ആ വയലൻസ് കണ്ടപ്പോഴത്തേന് ഇയാൾ NPD നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അതിന്റെ കൂട്ടത്തിൽ ഡിപ്രഷൻ ആങ്സൈറ്റിയും കൂടെ ഉണ്ട്. അപ്പം ഞാൻ പ്ലാറ്റിനാണ് അയാൾക്ക് കൊടുത്തത്. അതുപോലെ അയാളുടെ കാര്യം മാത്രം ആ സംസാരത്തിൽ എന്നെ നോക്കിക്കൊള്ളണം, എന്റെ കാര്യം മാത്രം, ഞാൻ പറയുന്നത് ഈ വീട്ടിൽ നടക്കത്തുള്ളൂ, അതേ രീതിയിലാണ് സംസാരം വന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്ലാറ്റിന സെലക്ട് ചെയ്യാൻ സാധിച്ചു. എന്നാൽ പ്ലാറ്റിനയ്ക്കകത്ത് ഈ ഒരു റെസ്പിറേറ്ററി കംപ്ലൈൻറ്റ്സ് ഒന്നും തന്നെ അങ്ങനെ പറയുന്നില്ല. അത് കൊടുത്തത് കൊണ്ട് അയാൾക്ക് ഒരു 4-5 days കഴിഞ്ഞപ്പോഴത്തേനും കംപ്ലൈന്റ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ എവിടെങ്കിലും നമുക്ക് ആ ക്യൂറിംഗ് റേറ്റ് കുറഞ്ഞാൽ, സമയം എടുക്കുന്നു എന്ന് കരുതിയാൽ ആ മെന്റൽസ് മാത്രം എടുത്തു കൊടുത്താലും നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ക്യൂർ എന്നുള്ള അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിക്കും. പക്ഷെ കൊടുക്കുന്ന മെഡിസിൻ കുറച്ചെങ്കിലും കുറവ് കണ്ടാൽ റിപ്പീറ്റ് ചെയ്യാം. പൊട്ടൻസി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ പറഞ്ഞല്ലോ, ഹയർ പൊട്ടൻസീസും കൂടെ കൊടുത്ത് നമുക്ക് അതിനെ കംപ്ലീറ്റ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ എപ്പോഴും ഒരു ക്രോണിക് കേസ് വന്നാൽ ഒരു 5 days അല്ലെങ്കിൽ 7 days കഴിയുമ്പം നെക്സ്റ്റ് റിവ്യൂ അവർക്ക് വെക്കണം. അപ്പോഴേ നമുക്ക് അത്, കാരണം മിക്കവാറും ക്രോണിക് കേസസ് ആകുമ്പം എല്ലാവരും ഒരു 20 days 15 days ഒക്കെ മെഡിസിൻസ് കൊടുത്താണ് വിടുന്നത്. ചിലർ 1 month കൊടുത്തു വിടും. പക്ഷെ ആ ഒരു കുറഞ്ഞ ആ കാലപരിധിക്കുള്ളിൽ തന്നെ അവരിൽ വരുന്ന എത്ര പെർസെൻറ്റേജ് ആണ് റിഡക്ഷൻ സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ സ്പീഡ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ്. ഇത് എല്ലാ ഹോമിയോപ്പത്തും ഒന്ന് കേട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ ഈ സെഷൻ. കാരണം എത്രയും സ്പീഡിൽ കൊടുക്കാൻ പറ്റുമോ, നമ്മളുടെ റിസൾട്ട് അവിടാണ് നിൽക്കുന്നത്. നമ്മളുടെ കുറവുകൾ പറയുന്നതും അവിടാണ്, സ്പീഡല്ല എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും അറിയാം ഒരു ബാഡ് എഫക്റ്റോ സൈഡ് എഫക്റ്റോ ഇല്ലാത്ത ഒരു മെഡിസിൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സയന്റിഫിക്കലി സംസാരിക്കുന്ന ആൾക്കാർക്കേ ഉള്ളൂ. കാരണം അതിൻ്റെ അകത്ത് മരുന്നുണ്ടെന്ന് സമ്മതിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കേണ്ടി വരത്തില്ലേ. പക്ഷെ അവർക്ക് വ്യക്തമായിട്ടറിയാം. അപ്പം അതിന്റെ കൂട്ടത്തിൽ ആ സ്പീഡ് എന്നുള്ള അവസ്ഥയും കൂടെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു മരുന്ന്, അതായത് ഇത്രയും ഗുണപ്രദമായിട്ടുള്ള ഒരു മരുന്ന് ഇത്രയും സ്പീഡിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ പബ്ലിക് അത് ഇട്ടേച്ച് വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് പോകുമോ? അപ്പൊ എപ്പോഴും ആ ഒരു ചിന്തയിൽ വേണം. അതുകൊണ്ടാണ് ആ കുറഞ്ഞ സമയത്ത് നമ്മളൊന്ന് കൊടുത്തിട്ട് അവർ വരുമ്പം അത് കുറയുന്നില്ലയോ, ഇതേ തരത്തിൽ മെന്റൽ കംപ്ലൈന്റ് ആണോ അല്ലെങ്കിൽ നെക്സ്റ്റ് പൊട്ടൻസി ആണോ ആഡ് ചെയ്യേണ്ടത്, ഇതെല്ലാം നോക്കി നമുക്ക് അത് ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ബുദ്ധിമുട്ടുള്ള അവര് കൂടുതൽ സഫർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്ത് ആദ്യം തന്നെ ട്രീറ്റ് ചെയ്യണം. ഞാൻ ഫോർ എക്സാമ്പിൾ ഒരെണ്ണം പറഞ്ഞാല്, ഒരു 36 years ഓൾഡ് മാന് വർക്കിംഗ് ഏരിയ എബ്രോഡിലാണ് വർക്ക് ചെയ്യുന്നത്. നല്ലൊരു കോൾഡ് കൺട്രിയാണ്. അയാൾ വന്നപ്പോൾ പറഞ്ഞ കംപ്ലൈൻറ്റ്സ് അലർജിക് ആയിട്ടുള്ളതെല്ലാം തന്നെ ഉണ്ട്. റൈനൈറ്റിക്സ്, ആസ്മ, പിന്നെ റെക്കറന്റ് ആയിട്ട് ടോൺസിലൈറ്റിസ് ഉണ്ടാകുക, കഫ് ഉണ്ടാകുക, ഇതെല്ലാം പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകും, വൊമിറ്റിംഗ് ഉണ്ടാകും, ഫുഡ് പലപ്പോഴും, അതിന്റെ കൂടെ ഹൈ BP,
ഹൈപ്പർ ലിപ്പിഡീമിയ ഉണ്ട്, ഡയബറ്റസ് ആണ്, ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്, സയാറ്റിക് പെയിൻ ഉണ്ട്, ബോഡിയിലെല്ലാം വാട്സ് അതുണ്ട്, ഇൻഫെർട്ടിലിറ്റി ഉണ്ട്. ഇങ്ങനൊക്കെ എല്ലാം പറയുമ്പോഴത്തേന് നമ്മൾ എപ്പോഴും ഫസ്റ്റ് എന്താണ് നമുക്ക് സഫറിങ്, ആ റെസ്പിറേറ്ററി കംപ്ലൈന്റ് ഉണ്ട്, കാരണം ആദ്യം ശ്വാസം എടുത്ത് നേരെ നിൽക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളത് എടുക്കാൻ. അപ്പം ടോട്ടലി ഉള്ള കംപ്ലൈന്റ് എടുത്ത് നമ്മൾ വരുമ്പോഴത്തേന് അതിന്റെ മയാസം ചിലപ്പം വേറെ സോറിക്കെന്നുള്ളത് മാറി മറ്റുള്ള മയാസത്തിലേക്ക് പോയെന്നിരിക്കും. പക്ഷെ ബുദ്ധിമുട്ട് ആദ്യം തോന്നുന്ന ആ ഫിസിക്കൽ കംപ്ലൈന്റും അതിന്റെ ടോട്ടാലിറ്റി എടുത്ത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൂടെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ തന്നെ മറ്റേതിലും ക്യൂർ കിട്ടാം എന്നിരിക്കലും അത് വേണം പെട്ടെന്ന് ചെയ്യാനേ. അത് എപ്പോഴും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കേസിൽ ആദ്യം ഞാൻ കൊടുത്തത് ഈ ഡയബറ്റസും ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനൊക്കെ പറഞ്ഞുകൊണ്ട് നേട്രസൾഫാ കൊടുത്തത്, 50 mg തന്നെ കൊടുത്തത്. അതിലാ റെസ്പിറേറ്ററി കംപ്ലൈന്റ് ഒക്കെ ഒരു 5-6 ദിവസം കൊണ്ട് തന്നെ ഒന്നും ഇൻഹേലറും വേണ്ട ഒന്നും വേണ്ട എന്നൊരു അവസ്ഥയിലേക്ക് എത്തി. കാരണം മറ്റുള്ള ഡിസീസിനെല്ലാം തന്നെ അലോപ്പതി മെഡിസിൻ കഴിച്ചുകൊണ്ടായിരുന്നത്. 3-4 വർഷം കൊണ്ടേ ഉണ്ടായ ഡയബറ്റസ് കേസൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ അത് തന്നെ കഴിച്ചു, ഇതൊന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം വേണം പിന്നെ മറ്റേതെടുക്കാൻ. അപ്പം അത് നിർത്തിക്കൊണ്ട് കൊടുത്തുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റിയാൽ അവർ തന്നെ അത് അവോയ്ഡ് ചെയ്തിട്ട് മറ്റുള്ള ട്രീറ്റ്മെന്റിലൂടെ നമ്മുടെ അടുത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നിട്ട്. ഇയാൾ അങ്ങനെയാണ്. അതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള കംപ്ലൈന്റ് എല്ലാം എടുത്തത്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു അവസ്ഥയ്ക്ക് ഈവൻ തൂജ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. അതും ട്രൈഗ്ലിസറൈഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ തൂജയുടെ ഒരു ഡോസ് ഒന്നീ 1 അല്ലെങ്കിൽ 10 വളരെ കൂടുതലായിട്ട് ട്രൈഗ്ലിസറൈഡ് നിൽക്കുന്നതെങ്കിൽ 10 കൊടുക്കാം. കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 200-നകത്താണെങ്കിൽ 1 കൊടുത്താൽ ഒരു 3-4 ദിവസത്തിനൊക്കെ എഗെയിൻ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അത് നോർമലായിട്ട് വരുന്നത് കാണാം. അതിന്റെ കൂടെ തന്നെ, കാരണം ഈ ഡയബറ്റസിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ്, ഡയബറ്റസ് ഇച്ചിരി പ്രൊലോങ് ചെയ്ത് തന്നാൽ അവർക്കാണ് ഉടനെ തന്നെ BP റേസ് ചെയ്യുന്നതായിട്ട് കാണാം, കൊളസ്ട്രോളിന്റെ ലെവൽ ഹൈ ആകുന്നത് കാണാം. അതുപോലെ തന്നെ തൈറോയിഡും പലർക്കും കണ്ടിട്ടുണ്ട്. തൈറോയിഡ് ഇല്ലാത്തവർക്ക് ഡയബറ്റസ് വന്ന് 2-3 വർഷം കഴിയുമ്പോഴത്തേന് ഹൈപ്പോതൈറോയിഡിസം അവർക്ക് ചെറിയ രീതിയിൽ കൂടി വരും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഡയബറ്റസിന്റെ മെഡിസിൻ അങ്ങ് കൊടുക്കാവുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ കംപ്ലൈന്റ് ഒന്നും നമ്മൾ വേറെ പ്രത്യേകിച്ച് BP കൂടുതലാണ്, റോൾഫിയ കൊടുക്കണോ അല്ലെ മറ്റെന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞ് നമുക്ക് പോകേണ്ട കാര്യമേ ഇല്ല. ആ മെഡിസിനെ തന്നെ കവർ ചെയ്ത് ഇതെല്ലാം അങ്ങ് പോകും. മറ്റേതിന്റെ കോംപ്ലിക്കേഷൻ ആണ് ഇതെല്ലാം വരുന്നത്. അതുപോലെ ഏറ്റവും ഇന്നത്തെ സമയത്ത് ഞാൻ കഴിഞ്ഞ 1-2 ക്ലാസ്സിലത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ തെളിവ് കൈ കിട്ടിയിട്ട് പറയാൻ പറ്റത്തില്ല. എന്നിരിക്കലും അനുഭവമുള്ള പേഷ്യൻസ് മുഴുവനും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മൾ AD-BC എന്ന് പറഞ്ഞ് തിരിക്കുന്ന പോലെ ആഫ്റ്റർ കോവിഡ് ബിഫോർ കോവിഡ് എന്ന് പറയുന്ന 2 കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയവരാണ്. അപ്പം ഈ കോവിഡിന്റെ അവസ്ഥ കഴിഞ്ഞിട്ട് ചിലർക്ക് 1-2 പ്രാവശ്യം കോവിഡ് വന്നിട്ടുള്ളവരുണ്ട്. ചിലരെന്നല്ല, എനിക്ക് തോന്നുന്നത് ഒരു 60% ആൾക്കാരും കോവിഡ് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അവർ സമാധാനിക്കുന്നത് ഞങ്ങൾ ബൂസ്റ്റർ എടുത്തില്ല എന്ന് പറഞ്ഞാണ് സമാധാനിക്കുന്നത്. അപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന പേഷ്യന്റിനോട് പ്രത്യേകം ഒന്ന് ചോദിച്ചേക്ക്, കോവിഡ് വന്നിട്ടുണ്ടോ, വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ എന്ന് പ്രത്യേകം ഒന്ന് ചോദിക്കണം. ഈ 2 അവസ്ഥയിൽ പോയ ആൾക്കാർക്കും, അതിലും കൂടുതലും വാക്സിനേഷൻ എടുത്തവരാണ് അവർ പറയുന്നത് ശരിയാണ്, ഈ കോവിഡിന് ശേഷമാണ് ആരൊക്കെയാണോ ബോർഡർ ലൈനിൽ നിന്നിരുന്നത് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് ആർക്കെങ്കിലും ഒക്കെ ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവർക്ക് എസ്പെഷ്യലി, അത് കൂടുതലും പേര് ഹാർട്ട് കംപ്ലൈന്റും ഡയബറ്റസ് ആയവരും ക്യാൻസറസ് കണ്ടീഷനും ഒക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അവരെല്ലാം തന്നെ ആ ഡിസീസിന് അവരെല്ലാം അടിമപ്പെട്ടു. പലരും ഉണ്ട് ബോർഡർ ലൈനിൽ നിന്നവർ, അതിനു മുമ്പ് വളരെ കുറവ് HbA1c ഞങ്ങൾക്ക് 6 ആയിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ തന്നെ, ഈ അവസ്ഥകളിൽ കൂടെ കടന്നുപോയ ആൾക്കാർക്കൊക്കെ പിന്നെ അവർ ഡയബറ്റസ് ആയിട്ട് 7 എബോവ് പോകുന്നതായിട്ട് ഒരുപാട് പേരും അനുഭവത്തിൽ പറഞ്ഞു. അപ്പൊ അത് നമ്മൾ സയന്റിഫിക് ആയിട്ട് തെളിവ് കണ്ടെടുത്തില്ലെങ്കിലും എല്ലാവരുടെയും അനുഭവത്തിൽ കൂടെ പറയുന്നതും ഒരു തെളിവ് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം ആ ഒരു സമയത്ത് നമ്മളെ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ ആഫ്റ്റർ കോവിഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല മരുന്നുണ്ട്, കാർസിനോസിൻ. അതിന്റെ ആക്ഷൻ ഒന്നും ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മഹാഭാഗവതത്തിനകത്ത് ഇതിന്റെ അകത്തുള്ളതൊന്നും, വെളിയിലുള്ളത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇതിന്റെ അകത്തുണ്ട്, ഇതിലുള്ളത് മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ
ഏതൊരവസ്ഥയിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കാർസിനോസിൻ എന്ന് പറയുന്നത്. ഇത് ഇന്റർകറന്റ് ആയിട്ട് യൂസ് ചെയ്യാം. നോസോഡാണ്. നമുക്ക് ഏതെങ്കിലും റെമഡി കറക്റ്റ് ആയിട്ട് മുഴുവൻ സിംറ്റംസും പുറത്ത് വന്നില്ല അപ്പോഴും ഒരു കൊച്ചു ഡോസ് അത് കൊടുത്താൽ, ഈവൻ 200 പൊട്ടൻസി പോലും കൊടുത്താലും നമ്മളുടെ ആ സിംറ്റംസ് വെളിയിൽ കൊണ്ടുവരും. അപ്പോഴാ കറക്റ്റ് നമുക്ക് ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ഇത് ഇന്റർകറന്റ് മെഡിസിൻ മാത്രമല്ല, ബെസ്റ്റ് മെഡിസിൻ അതിൻ്റെ അകത്ത്. പക്ഷേ ബോറിക്കിനകത്ത് എല്ലാം പറഞ്ഞേക്കുന്നത് കാർസിനോമ എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക്, എസ്പെഷ്യലി ബ്രസ്റ്റ് ക്യാൻസറിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഡിസിൻ ആണ് കാർസിനോസിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഏതൊരവസ്ഥയിലും അതിൻ്റെ അകത്ത് ക്രോണിക് കണ്ടീഷൻസിൽ ഒരുപാട് പേര് പറയും അങ്ങ് ക്ഷീണമാണ്, ഫാറ്റീഗ് ആയിട്ടുള്ളവര്, അതുപോലെ ആങ്സൈറ്റി ഉള്ളവര്, അതുപോലെ എന്ത് ഡൈജസ്റ്റീവ് കംപ്ലൈന്റ് ഉള്ള ആൾക്കാർക്ക്, മസിൽ വീക്ക്നെസ്, ജോയിന്റ് പെയിന്, ഇതൊക്കെയും മാറാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർസിനോസിന്റെ അപ്പോൾ നമ്മളൊരു ഹയർ പൊട്ടൻസി കൊടുക്കണം, അറ്റ്ലീസ്റ്റ് 1 എങ്കിലും കൊടുത്താലേ അവർക്ക് ആ ഒരു കണ്ടീഷൻ, ഒന്നിൽ ഇത് ഏതിൽ നിന്നാണ് ഉണ്ടായെന്നുള്ള അതിന്റെ സിംറ്റംസ് പുറത്തോട്ട് വരും, ഇല്ലെങ്കിൽ അവർക്ക് അത് ക്യൂർ കിട്ടും. ഒരുപാട് മെഡിസിൻ കൊടുത്ത് മാറാത്ത ഒരു കേസിൽ പോലും നമുക്ക് ഈ കാർസിനോസിൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ മെന്റൽ കണ്ടീഷനിൽ ഇന്ന് ഒരുപാട് പേർക്കുള്ള ഒരു അവസ്ഥയാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്, ഡിപ്രഷനും ആങ്സൈറ്റി, അതുപോലെ തന്നെ NBD, ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ അതിനെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെഡിസിനാണ്. ഇതാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, കാർസിനോസിൻ എടുത്ത് കൊടുത്താൽ മതി. അതൊരു ഹയർ പൊട്ടൻസി ഒരു സിംഗിൾ ഡോസ് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവരിൽ വരുന്ന ചേഞ്ചസോ അല്ലെങ്കിൽ അവർ ക്യൂർ ആയി പോകുന്നോ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. NBDക്ക് ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ കാർസിനോസിൻ എന്ന് പറയുന്നത്. ഒന്നാമത് ഈ ഒരു സംഭവം പെർഫെക്ഷനിസ്റ്റ് ആണ്. എത്ര ചെയ്താലും മറ്റുള്ളവർ ചെയ്യുന്നതിലാണ് കൂടുതൽ പിടിക്കുന്നത്. ആ പെർഫെക്ഷൻ എന്ന് പറയുന്ന സംഭവം കണ്ടാൽ ആദ്യം നമുക്ക് ചിന്തിക്കേണ്ട ഒരു മെഡിസിനാണ് കാർസിനോസിൻ എന്ന് പറയുന്നത്. അതിനെ എടുത്തു കൊടുക്കാം. മെന്റൽ കംപ്ലൈന്റ് നോക്കുമ്പോഴത്തേന് അതിനെ പെട്ടെന്ന് നമുക്ക് എടുത്തു കൊടുക്കാനും ക്യൂർ കിട്ടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുപോലെ ന്യൂറോളജിക്കൽ ഇഷ്യൂ ആയ ഓട്ടിസവും ഒരുപാട് കുട്ടികൾ കാണുന്നുണ്ട്. ആ ഓട്ടിസത്തിന് വേറെ ഒരു മെഡിസിനും നമുക്ക് കൊടുത്തില്ലെങ്കിൽ കൂടെ ഈ കാർസിനോസിന്റെ, അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ ഹയർ പൊട്ടൻസി വേണം കൊടുക്കാൻ, 10mO 50mO ഒക്കെ കൊടുക്കാം. അപ്പം ആ ഒരു ഓട്ടിസത്തിന് വലിയ വ്യത്യാസം വരും. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു കേസ് വന്നതിലെ ഒരു 78 ഇയേഴ്സ് ഓൾഡ് മാനാണ്. അദ്ദേഹത്തിനും ഈ കോവിഡിന് ശേഷമാണ് സംഭവിച്ചത്. മെന്റൽ കണ്ടീഷൻ, അവരുടെ വീട്ടില് ഗ്രാമപ്രദേശം, പാലായിലെ ഒരു ഗ്രാമപ്രദേശത്താണ് താമസിച്ചിരുന്നത്. ഒരുപാട് ആൾക്കാർ എപ്പോഴും അവരുടെ വീട്ടിൽ വരികയും, ടീച്ചറായിരുന്നു, പോവുകയും ഒരു സാമൂഹ്യ പ്രവർത്തനം ഒക്കെയാണ് പോവുകയും ചെയ്തുകൊണ്ടിരുന്ന. ഒരു ദിവസം അവരുടെ വീട്ടിൽ 10നും 15നും ഇടയ്ക്ക് ആൾക്കാർ വന്നിരുന്നു. പക്ഷെ കോവിഡ് സമയമായതുകൊണ്ട് ആരുടെയും വീട്ടിലോട്ട് പോകത്തില്ലല്ലോ. അങ്ങനെ ഒരാളുമായിട്ടും ടച്ച് ഇല്ലാതെ ഈ ഒരു 2-2.5 വർഷക്കാലം ഇരുന്നു. ഇവര് പ്രായമായിട്ടുള്ള ആൾക്കാരുടെ അടുത്തോട്ട് തീർത്തും ആൾക്കാരങ്ങനെ പോകത്തില്ല. ആ ഒരു അവസ്ഥ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പൊ ഇദ്ദേഹം ഈ ആൾക്കാർ സഡനായിട്ട് ആൾക്കാരുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ അതങ്ങ് നിന്നപ്പോൾ ആൾക്കാരെ കാണാനും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം മെന്റലി ആളാകെ അങ്ങ് ഡിപ്രസ്ഡ് ആയി. എന്നാല് കോവിഡിന്റെ വാക്സിനേഷനും എടുത്തു. അപ്പൊ ഡിപ്രസ്ഡ് ആയി കഴിഞ്ഞപ്പോഴത്തേന് അതിൽ നിന്നാണ് പെട്ടെന്ന് തന്നെ അൾഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പുള്ളിക്കാരൻ മാറിയത്. ഒന്നും വീട്ടിൽ നിന്ന് ഏത് നിമിഷം വേണേലും ഇറങ്ങിപ്പോകാം, പറയുന്നത് എന്താ ഇപ്പൊ പറയുന്നതല്ല, അങ്ങനെ ഇരിക്കുമ്പോൾ സ്വബോധം വരും, വീണ്ടും തിരിച്ച് മറവിയാണ്, വളരെ എന്താ ചെയ്യുന്നതെന്ന് ഒന്നും തന്നെ അറിയാമല്ലോ അൾഷിമേഴ്സിന്റെ ആ സിംറ്റംസ് എല്ലാം തന്നെ. ആ ഒരു അവസ്ഥയിലേക്ക് പോയി. പെട്ടെന്നാണ് ഉണ്ടായത്. ഈ ഒരു 2 വർഷം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ, 23, 24, 25, 3 വർഷം കൊണ്ട് ഈ ഒരു രോഗത്തിന്റെ പിടിയിലാണ്. അവര് ഒരുപാട് അലോപ്പതിക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു. അത് മയങ്ങി കിടക്കാനുള്ള മെഡിസിൻ അവർ കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന്റെ കൂട്ടത്തില് അങ്ങനെ ഇരിക്കുമ്പോൾ സ്വബോധം വരുന്നത് കൊണ്ട് വീട്ടിൽ തീരെ നോക്കാൻ വയ്യാഞ്ഞിട്ട് ഒരു നഴ്സറിയിലോട്ടാക്കാം എന്ന് തീരുമാനിച്ച് ഓൾഡ് പ്രായമായവരെ നോക്കുന്ന നഴ്സറിയിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരിക്കത്തില്ല. അപ്പൊ തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ നോക്കുന്നവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ട്. ഇദ്ദേഹത്തിന് എന്റെ അവസ്ഥ ഈ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കണ്ടീഷനും ഇത് പറഞ്ഞപ്പോഴ് ഞാന്
കൊടുത്തത് അതാണ് 50 ml ആണ് ഒരു ഡോസ് കൊടുത്തത്, കാഴ്സിനോസിനാണ് കൊടുത്തത്. അപ്പൊ എന്താണ് നമ്മുടെ ഒന്നാമത് ആ വാക്സിനേഷൻ എടുത്ത് DNA യിൽ തന്നെയുള്ള ആ ചേഞ്ചസ് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലർക്കും പറയുന്നുണ്ട് ഒരു 10 വയസ്സ് വരെയൊക്കെ ഉണ്ടായിരുന്നു അലർജി കംപ്ലൈൻസ്, അല്ലാതെ 10 വയസ്സ് വരെയൊക്കെ ഉണ്ടായിരുന്നു എക്സിമ, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് പിന്നെ അങ്ങ് പോയതാ. ഇതിന്റെ വാക്സിനേഷൻ എടുത്തു, അല്ലെങ്കിൽ കോവിഡ് വന്നു, ആ സമയം ഇനി വാക്സിനേഷൻ എന്ന് വേണ്ട, ആ കോവിഡിന് ശേഷം എന്നാണ് പറയുന്നത്, കോവിഡിന് ശേഷമാണ് ഇത് തിരിച്ചു വന്നത്. എങ്ങനെയാണ് ആ ക്യൂർ ആയി പോയ ആ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഹെറിഡിറ്ററി ഫെമിലിയലി വരുന്ന ഡിസീസ് ഒക്കെ തന്നെ എങ്ങനെയാണ് അത് തിരിച്ചു വന്നത്? അപ്പം ഒരുപാട് പേർക്കും നേരത്തെ ഉണ്ടായിരുന്നു, വർഷങ്ങളായിട്ടില്ലായിരുന്നു, വീണ്ടും തിരിച്ചു വന്നു, അതും കോവിഡിന് ശേഷം എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനൊക്കെ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു മെഡിസിൻ അത് ഈ കാലഘട്ടത്തിൽ നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യും. പലതിനും നമുക്കിത് യൂസ് ചെയ്യാം. ചിലപ്പം വിത്തൗട്ട് ഒരു സിംറ്റംസും കാഴ്സിനോസിൻ്റെതായിട്ട് നമ്മൾ കണ്ടില്ലെങ്കിലും എന്തെങ്കിലും തരത്തിൽ നമുക്ക് ഒരു കൺക്ലൂഷനിൽ, അതായത് ക്യൂറിൽ എത്താൻ പറ്റത്തില്ല എന്ന് കണ്ടാൽ ഉടനെ തന്നെ കാഴ്സിനോസിൻ കൊടുത്തോണം. അതിന്റെ ഒരു ഡോസ് കൊടുത്താൽ ബാക്കി അതിന്റെ കൂട്ടത്തിൽ അക്യൂട്ടായിട്ട് വല്ല കംപ്ലൈന്റും ഉണ്ടെങ്കിൽ വേറെ ടിഞ്ചേഴ്സോ ഒക്കെ കൊടുക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷെ ഇതൊരു ഡോസ് ചെന്നാൽ തന്നെ അവർക്ക് മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വരും. ആ പ്രായമായ വ്യക്തിക്ക് അത് കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഇപ്പം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലേക്കായി. ബാക്കി കുറച്ച് മെഡിസിൻ വേറെ മെന്റൽ കംപ്ലൈന്റിന് കൊടുക്കുന്നുണ്ട്, അത് കുറഞ്ഞ് അദ്ദേഹത്തിന് മസിൽ വീക്ക്നെസ്സും ഒക്കെ അങ്ങ് ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, മൂവ്മെന്റ് ഇല്ലാതെ ഇരിക്കുക, ഇതൊക്കെ ആയിട്ടാണ് സംഭവിച്ചത്. അതിനൊക്കെ തന്നെ പെട്ടെന്ന് മാറ്റം വന്നു. അപ്പൊ ഇതിപ്പം നമുക്ക് അനുഗ്രഹമായ ഒരു മരുന്നാണ്. ഈ സമയത്ത് എല്ലാവർക്കും അത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും, ഇതുപോലെ ബുദ്ധിമുട്ടുള്ളവർക്ക്. ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് കംപ്ലൈൻസുമായിട്ട് വന്നില്ല, ഡിസീസ് കേസ് എഴുതിയില്ല. അതിന്റെ കാരണം തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ട്രീറ്റ്മെന്റ്, അതായത് ഒരു പേഷ്യന്റിനെ നഷ്ടപ്പെടാതെ നമുക്ക് ഇരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കോമൺ ആയിട്ടുള്ള ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ പറഞ്ഞത്. അല്ലാതെ നമ്മൾ ഒരു കേസ് എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഹെഡ് ടു ഫുട്ട് അവരുടെ ചിലപ്പോൾ 2-3 സിംറ്റംസേ അവർക്ക് കാണത്തുള്ളൂ. പക്ഷെ എന്നാലും ആ സമയത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാല് ഒരു ഗ്യാസ്ട്രിക് കംപ്ലൈന്റുമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നതെന്നിരിക്കട്ടെ. അപ്പം പറയുന്നത് ഹൈപ്പർ അസിഡിറ്റി ഉണ്ട്, നോസിയ ഫീൽ ചെയ്യുന്നുണ്ട്, ശ്വാസം മുട്ടൽ, അതായത് ഗ്യാസ് വയറ്റിനകത്ത് ഫോം ചെയ്തിട്ട് ഡയഫ്രം പൊങ്ങിയിട്ടുള്ള ശ്വാസം മുട്ടൽ, അല്ലാതെ ചെസ്റ്റിന്റെ കംപ്ലൈന്റ്, ലങ്സിന്റെ കംപ്ലൈന്റ് അല്ല. ആ ശ്വാസം മുട്ടൽ പലപ്പോഴും ആഫ്റ്റർ ഫുഡ് അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് 2-3 മണിക്കൂർ കഴിയുമ്പം ഗ്യാസ് കയറിയിട്ട് അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഒന്നി ബെൽച്ചിങ് ഉണ്ടാകും, ഫ്ലാറ്റസ് ഉണ്ടാകും. ഇങ്ങനെയുള്ള കാരണങ്ങളെല്ലാം തന്നെ ഇവര് പറഞ്ഞാല് ആ കംപ്ലൈന്റ് ചിലപ്പം ആ വയറിന്റെ മാത്രം പറഞ്ഞങ്ങ് നിർത്തും. പക്ഷെ ആ സമയത്ത് നമ്മൾ ഏറ്റവും ഫുഡ് ബാക്കിയുള്ളത്, ചിലർക്ക് ഈ ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് കൊണ്ട് തന്നെ ആയിരിക്കാം ഗ്യാസ്ട്രിക് ഹെഡേക്ക് കൂടെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു റെമഡി തന്നെ അതുകൂടെ കവർ ചെയ്യും. നമ്മൾ വിചാരിക്കും അത് മൈഗ്രെയിൻ ആണോ അല്ലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ ഹെഡേക്ക് ആണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു കംപ്ലൈന്റ് നിൽക്കുകയാണ് എനിക്ക് ആ തലയ്ക്കൂടെ വിഷമം. എപ്പോഴാണ് സ്റ്റൊമക്ക് ബ്ലോട്ട് ചെയ്ത് വരുന്നത്, ആ സമയത്താണ് ഈ തലവേദന കൂടുന്നതെന്ന് പറഞ്ഞാൽ അത് ഗ്യാസ്ട്രിക് ഹെഡേക്ക് തന്നെയാണത്. അപ്പൊ ഈ ഗ്യാസ്ട്രൈറ്റിസിന്റെ മെഡിസിൻ കൊണ്ട് തന്നെ മറ്റേത് കവർ ചെയ്തു പോകും. അപ്പൊ നമ്മൾ ഒരുപാട് മെഡിസിൻസ് അവിടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ഇതിന്റെ കറക്റ്റ് സിംറ്റംസ് നോക്കി അതങ്ങ് കൊടുത്താൽ മതി. കൂടുതലും നക്സോമിക്ക തന്നെ കൊണ്ട് കവർ ചെയ്യുന്നതാണ് ഗ്യാസ്ട്രിക് കംപ്ലൈൻസിലെ ഭൂരിഭാഗവും. പക്ഷെ അത് കീനായിട്ട് ഒബ്സർവ് ചെയ്ത് വേണം കൊടുക്കാൻ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഈ ഹെഡ് ടു ഫുട്ട് കംപ്ലൈൻസ് എടുക്കാൻ നമ്മൾ നോക്കുക. പിന്നെ എന്നിട്ടും നിന്നില്ലെങ്കിൽ ഒന്നും ചിന്തിക്കരുത്, ആ മെന്റൽ കംപ്ലൈന്റ് മാത്രം ഇങ്ങ് എടുക്കുക. അതിന്റെ റെമഡി അങ്ങോട്ട് കൊടുത്താൽ ആ മൈൻഡ് ക്ലിയർ. നമ്മൾ പറയുമല്ലോ, ഫസ്റ്റ് ഇച്ചിങ് മെന്റലി ആണ് ഉണ്ടാകുന്നത്. എല്ലാ കംപ്ലൈൻസിനും സ്റ്റാർട്ടഡ് ഫ്രം മൈൻഡ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആ മെന്റൽ കംപ്ലൈന്റിൽ നിന്നാണ് നമുക്ക് ഓരോരോ ഫിസിക്കൽ കംപ്ലൈന്റും ഉണ്ടാകുന്നത്. വളരെ രസകരമായിട്ടാണ് പറയുന്നത്, ഈ ഹെയർ ലോസ്, കഴിഞ്ഞ ക്ലാസ്സിലെ ഹെയർ ലോസിനെ കുറിച്ച് പറയുന്നത് കേട്ടു. ഈ ഹെയർ ലോസ് ഉണ്ടാകുന്നത് ഒരുപാട് റീസൺസ് കൊണ്ട് ഹെയർ ലോസ് ഉണ്ടാകാം. പക്ഷേ മെന്റലി ഉള്ള ഒരു കംപ്ലൈന്റ് കൊണ്ട് ഒരുപാട് ഹെയർ ലോസ് ഉണ്ടാകുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, 3 അക്ഷരമേ ഉള്ളൂ, കുശുമ്പ്. നന്നായിട്ട് ജലസ് എടുക്കുന്ന ആൾക്കാരിലെ ഹെയർ നന്നായിട്ട് ലൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വരുമ്പോൾ അവരുടെ ക്ലാസ്സിന്റെ കാര്യത്തെക്കുറിച്ചോ അല്ലെ മറ്റുള്ള കുട്ടികളോ അല്ലെങ്കിൽ മറ്റേ പ്രായമായവരാണെങ്കിൽ മറ്റുള്ളവരെയോ കുറിച്ച് അത് പറയുമ്പം നമുക്കറിയാമല്ലോ, ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അത് ഒരു ജലസിയായിട്ടാണോ പറയുന്നത് അതോ നേരായിട്ടുള്ള കാര്യമാണോ നമുക്ക് കേട്ടാൽ അത് മനസ്സിലാകും.
അത് ഓർഗനോണ് നമ്മൾ 5 വർഷവും അത് നല്ല രീതിയിൽ അങ്ങ് പഠിച്ചു പോകുന്നത് കൊണ്ട് ഒരു ഹോമിയോപ്പത്തിന് 2-3 മിനിറ്റ് മതി അവരുടെ മെന്റൽ കംപ്ലൈൻസ് ഏത് തരമുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പം ആരിലാണോ ആ ഒരു വികല്പം ഉള്ളത്, അതായത് ജലസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉള്ളത്, അവർക്ക് വളരെ പെട്ടെന്ന് ആ ജലസിന് നല്ല ഒന്നാന്തരം റെമഡിയാണ് നേട്രമൂർ. നമ്പർ 1 ആണ് നേട്രമൂർ എന്ന് പറയുന്നത്. നേട്രമൂറിന്റെ ഹയർ പൊട്ടൻസി 1 10 ഒന്ന് കൊടുത്താല് അതുകൊണ്ടുണ്ടാകുന്ന അപ്പൊ ഹെയർ ലോസ് മാറുന്നതായിട്ട് പെട്ടെന്ന് നമുക്കറിയാം. അവരുടെ മെന്റൽ കണ്ടീഷൻ തന്നെ മാറും. പിന്നെ അവർ കുറച്ചുകൂടെ മൈൽഡായിട്ടായിരിക്കും കാര്യങ്ങളിലേക്ക് പോകുന്നത്. അത് എന്ന് പറഞ്ഞ പോലെ ആ മെന്റൽ കംപ്ലൈന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് കാര്യത്തിലും വന്നിട്ട് നമുക്ക് വളരെ രസകരമായിട്ട് അത് തോന്നും. കാരണം ഓരോരുത്തരെ മനസ്സിലാക്കി അത് ട്രീറ്റ് ചെയ്യുമ്പോൾ അവരിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ട്യൂബർക്കുലാർ ഡയാലിസിസിലും നമുക്കറിയാം ട്യൂബർക്കുലിനം എന്ന് പറയുന്നത് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന പേഷ്യന്റും ട്യൂബർക്കുലാർ ഡയാലിസിസ് ആണോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അത് സൈക്കോട്ടിക് വളരെ സിമിലർ ആയിരിക്കും. അതും ഇന്റർകറന്റ് റെമഡി ആയിട്ട് ഈവൻ ട്യൂബർക്കുലിനം തന്നെ കൊടുത്താലേ. അപ്പം വയറിന്റെ കംപ്ലൈന്റ് ഉണ്ടോ എന്ന് അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. വയറിന്റെ കംപ്ലൈന്റ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ട്യൂബർക്കുലിനം കൊടുത്താലും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഹൈഡ് ചെയ്ത സിംറ്റംസ് നമ്മളിലുണ്ടെങ്കിൽ അത് പുറത്തോട്ട് വരികയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ സിംറ്റംസ് എടുക്കാം. അതിന്റെ റെമഡി കൊടുത്താൽ അത് കംപ്ലീറ്റ് ക്യൂർ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ ഈ ക്രോണിക് ഡിസീസിനെ കുറിച്ച് തന്നെ ഈ പറയുന്നത് അത് പ്രൊലോങ് ചെയ്തു പോകും എന്നുള്ളത് പബ്ലിക്കിനെ കൊണ്ട് ഇനിയും നമ്മൾ അത് പറയിപ്പിക്കുകയും ചെയ്യരുത്. അതാണ് എന്തൊക്കെയാണ് ആ പെട്ടെന്ന് സിംറ്റംസ് കിട്ടി ട്രീറ്റ് ചെയ്യുന്നതും ഇനി സിംറ്റംസ് ഒന്നും കിട്ടാതിരുന്നാലും പെട്ടെന്ന് മെന്റൽ എടുത്താലും നമുക്കത് ക്യൂർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതും കാര്യങ്ങൾ ഞാൻ ഈ ഒരു സെഷനിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് പാനിക്കായിട്ട് നമുക്കും കൂടെ വെപ്രാളം തോന്നത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയും. കാരണം ഇത് വെച്ചുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും ഹാർട്ടിനെ സംബന്ധിക്കുന്ന കാര്യം കൂടാണോ, നമ്മളത് വെക്കണോ എന്നൊക്കെ തോന്നും. ഒട്ടും പാനിക്കാകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് സെഷൻ കഴിയുമ്പോൾ തന്നെ ആദ്യത്തെ അവർ വന്നു അപ്പോയിന്റ്മെന്റ് എടുത്തു, നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ തന്നെ ഒരു 5 ഡേയ്സിനെങ്കിലും അതിന് മുമ്പ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ച് പറയണം. ഇല്ലെങ്കിൽ 5 ഡേയ്സിൽ തന്നെ റിവ്യൂ വെച്ചിട്ട് നെക്സ്റ്റ് അവരുടെ അന്നേരം നിൽക്കുന്ന കംപ്ലൈൻസും കൂടെ നമ്മൾ കവർ ചെയ്ത് പോയേക്കണം. അപ്പൊ ആ ഒരു ഒരുപാട് ജൂനിയർ ഡോക്ടേഴ്സും ഒക്കെ ആണെങ്കിലും അയ്യോ ഇതെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറയാൻ കാരണം. എടുക്കാൻ പറ്റും, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എസ്പെഷ്യലി ഒരു ഹൈ സർജിക്കൽ കണ്ടീഷൻ മാത്രമാണ് തൊടാൻ പറ്റത്തില്ലാതിരിക്കുന്നത്. ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ തന്നെ നമുക്ക് കവർ ചെയ്തു പോകാൻ പറ്റും. എന്നിട്ടും സർജിക്കൽ കണ്ടീഷൻ ഒക്കെ ഹാർട്ടിന്റെ കംപ്ലൈന്റ് ഒക്കെ തന്നെ ആണെങ്കിലും സർജറി വേണമെന്ന് പറഞ്ഞ കേസ് പോലും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറി പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പാനിക്കാകരുത്. ഇതേ തരത്തില് കേസ് സ്റ്റഡി നടത്തി മുമ്പോട്ട് പോയാൽ ഒറ്റ കേസ് പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തുമില്ല. കംപ്ലീറ്റ് ക്യൂർ നമുക്ക് കൊടുക്കാനും പറ്റും. പിന്നെ ഈ ഡയബറ്റിസ് ഒക്കെ പോലുള്ള കേസസ് അതിന്റെ തറവായിട്ട് അത് പഠിച്ച് അതിന്റെ കോസ് ഏതിൽ നിന്നാണ്. ഒരു ഡയബറ്റ് പേഷ്യന്റ് എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേന് അവർക്ക് ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ആയിരുന്നു. അതുപോലെ തന്നെ പാങ്ക്രിയാറ്റിക് ലൂമണിൽ ഒരു ചെറിയ സ്റ്റോൺ ഉണ്ടായിരുന്നു. അപ്പൊ 2-3 മാസം തന്നെ നമുക്ക് ഒരുപാടുണ്ടല്ലോ ഹോമിയോപ്പത്തിക് മെഡിസിൻസ്, ടിഞ്ചേഴ്സ് ഒരുപാടുണ്ട്. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ള റെമഡി ഒക്കെ കൊടുത്തിട്ടും അങ്ങോട്ട് ഷുഗറിന്റെ ലെവൽ താഴുന്നില്ല. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വയറൊന്ന് സ്കാൻ ചെയ്യിക്കാറുണ്ട്. ആ 2-3 മാസം ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അപ്പോഴാണ് ഈ ഗോൾ ബ്ലാഡറിലെ സ്റ്റോണും പാങ്ക്രിയാറ്റിക് ലൂമണിൽ ഒരു കൊച്ചു സ്റ്റോണും ഇരിക്കുന്നത് കണ്ടത്. അത് സ്റ്റക്ക് ചെയ്തിരിക്കുകയാണ്, ഇൻസുലിൻ വെളിയിലോട്ട് വരുന്നില്ല. അതായിരുന്നു റീസൺ. ആ സ്റ്റോൺ അലുത്തു പോകാനുള്ള മെഡിസിനാണ് കൊടുത്തത്. അത് കൊടുത്തതിന് ബെർബറിസ് വൾഗാരിസ് ആണ് നമ്പർ 1 ആയിട്ട് കൊടുത്തത്. പറയറ ബ്രേവ, പിന്നെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ അതും കൊടുത്തു. അപ്പം അത് പറയറ നമ്മളെ പ്രിവെന്റീവ് ആയിട്ടൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഏത് സ്റ്റോൺ, എവിടുത്തെ സ്റ്റോൺ ഫോർമേഷനും പ്രിവെന്റീവ് ആണ് പറയറ ബ്രേവ എന്ന് പറയുന്നത്. ബെർബറിസ് വൾഗാരിസ് വളരെ പെട്ടെന്ന് എക്സ്പെൽ ചെയ്ത് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടാണ്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിന്ന ഒരു ഇതിന് പറയാം. അതിനുശേഷം അവർക്ക് ഡയബറ്റിസ്, അവരുടെ HbA1c 5.6 താഴെ പോയി, 5.8 പോയി. അവർക്ക് പിന്നെ വിത്തൗട്ട് മെഡിസിനിൽ നോർമൽ ഇതിലായിട്ട് പോകാൻ സാധിച്ചു. കാരണം റീസൺ അതായിരുന്നു. അപ്പൊ റീസൺ അങ്ങ് മാറ്റി കൊടുത്തപ്പോഴത്തേന് അവർ ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്തു. എനിക്ക് ഹെൽപ്പറായിട്ട് നിന്ന ഒരു പെൺകുട്ടി ഈ സ്റ്റോണിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഒരു ദിവസം രാവിലെ ചെന്നപ്പോൾ സിവിയർ പെയിൻ ആയിട്ട് അവിടെ ഇരുന്നു. ആ കുട്ടിക്ക് അവിടെ ഇരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. ഞാൻ അന്നേരം പെട്ടെന്ന് തന്നെ പിന്നെ ഈ ബെർബറിസ് വൾഗാരിസും പറയറ ബ്രവ 2 ടിഞ്ചറും കൂടെ കൊടുത്തിട്ട് ഞാൻ 3 ടൈംസ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് തന്നെ
അത് ഒരു ഡോസ് അവിടെ നിന്ന് തന്നെ കഴിച്ചുകൊണ്ട് അപ്പം തന്നെ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഈവനിങ്ങിൽ ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിവസം വരണ്ട, പെയിൻ കുറഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാ വിട്ടത്. ഈവനിങ് ഞാൻ ചെല്ലുന്നതിന് മുമ്പേ എന്നെ വിളിച്ച് പറഞ്ഞു, ഡോക്ടറെ ഒന്ന് വരണേ, പെട്ടെന്ന് വരണേ എന്ന് പറഞ്ഞു. ഞാൻ ക്ലിനിക്കിൽ ചെന്നപ്പോഴത്തേന് ഒരു തീപ്പെട്ടി കൂടിന്റെ കവറിനകത്ത് കൊച്ചു 2 സ്റ്റോണ് ഇട്ട് വന്നപ്പോ ഈവനിങ്ങിൽ ഒന്ന് ബാത്റൂമിൽ പോയപ്പോഴത്തേന് യൂറിൻ പാസ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാ പോയത്. പക്ഷെ ചെന്നപ്പോ ഈ 2 സ്റ്റോണ് വെളിയിൽ പോയി. ആ 2 സ്റ്റോണും ഇതിന്റെ അകത്തിട്ട് എന്നെ കൊണ്ടുവന്ന് കാണിക്കാനാണ് വന്നത്. അപ്പൊ എത്ര അവേഴ്സ് എടുത്തു, അതിനോടകം ആ സ്റ്റോൺ വെളിയിൽ പോയി. അത്രയ്ക്ക് സ്പീഡിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോക്കി, ആ സിംറ്റംസ് നോക്കി, പലതരത്തിൽ ഇതുപോലെ എവിടെങ്കിലും ഒബ്സ്റ്റക്കിൾ ടു ക്യൂർ എന്നുള്ളത് വന്നാൽ ഈ തരത്തിലൊക്കെ ചെയ്താൽ നമുക്ക് ആ സ്പീഡിൽ നമുക്ക് ആ ക്യൂറിങ് റേറ്റ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഡോക്ടറെ 10-20 ആയിട്ടുണ്ട്. മറ്റുള്ളവരുടെയും എക്സ്പീരിയൻസ് അവർക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നെങ്കിൽ വളരെ ഉപകാരമാണ്. എവിടെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടോ അതും ഒന്ന് നോട്ട് ചെയ്ത് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. നന്ദി ഡോക്ടറെ. ആർക്കെങ്കിലും ഇതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. സീനിയർ ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ടല്ലോ, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ ഇത് അനുഭവത്തിനോട് കൂട്ടിച്ചേർക്കാം. ശൈല ഡോക്ടർ ഇല്ലേ? ഉണ്ടുണ്ട്, ശൈല ഡോക്ടർ ഉണ്ട്. ഉണ്ടോ? ഉണ്ടുണ്ട്. ഡോക്ടർ ഇത് ഇച്ചിരി താമസിച്ചാ കയറിയത്. ഉം, ഉം. മനോജ് ഡോക്ടറോ ധനേഷ് ഡോക്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശൈല കൂടെ അനുഭവം ഡോക്ടർ ഒന്ന് പറഞ്ഞാട്ടെ. ശൈല ഡോക്ടർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാന് വീഡിയോ ചില സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ഇന്ന് ഓഫ്ലൈനിലാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് നിരാശാഭരിതയായിരുന്നു. അതുകൊണ്ടാ പെട്ടെന്ന് ഞാൻ ചോദിച്ചത് ശൈല ഡോക്ടർ എവിടെയെന്ന്. ധൈര്യമായിട്ടിരിക്കുക, ഞാൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. നമ്മളെ ഒബ്സ്റ്റക്കിൾസ് ടു ക്യൂർ എങ്ങനെയൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് ഒബ്സ്റ്റക്കിൾസ് ഒക്കെ എങ്ങനെ മാറ്റാം, അത് ഡോസ് കൊണ്ട് ആണെങ്കിലും മരുന്നിന്റെ ചേഞ്ച് കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് കൊണ്ടാണെങ്കിലും ഒക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ വളരെ നന്നായി തന്നെ ഇന്ന് പ്രതിപാദിച്ചു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാനിങ്ങനെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്ന ഇത് എല്ലാം നമുക്ക് പിന്നെ ഗുണം കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ ക്ലിനിക്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഡോക്ടർ വളരെ നല്ല രീതിയിൽ സംസാരിച്ചത്. എന്തായാലും ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും നേരും. നന്ദി ശൈല ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. നമ്മള് സമയം പിന്നെ കളയാൻ. ഡോക്ടറോട് ഞാൻ കേട്ടോണ്ടിരുന്നപ്പോ എനിക്ക് പറയാൻ ഒരു സംശയം തോന്നിയത്, ഡോക്ടർ പറഞ്ഞില്ലേ ഏതെങ്കിലും മെഡിസിനൊക്കെ 50 ml ഒക്കെ കൊടുത്താല് പിന്നെ ചെറിയ അഗ്രവേഷൻ ഉണ്ടാവും. ആ അഗ്രവേഷൻ കുറയാൻ ആ മെഡിസിൻ തന്നെ ലോ പൊട്ടൻസി കൊടുത്താൽ മതിയാവുമെന്നൊന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് സ്കിൻ കംപ്ലൈന്റിലോ അല്ലെങ്കിൽ ഏതസുഖത്തിലാണെങ്കിലും മെഡിസിൻ കൊണ്ടുണ്ടാകുന്ന അഗ്രവേഷൻ നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ തന്നെ കുറഞ്ഞോളൂ. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, ഞാനതാ ഡോക്ടറെ ആദ്യത്തെ പോയിന്റ് തന്നെ പറഞ്ഞത്, സ്പീഡ്. ഇന്നത്തെ സമയത്ത് അവർ എന്താണ് ഒരു ഫീവറിന്, നമ്മുടെ ജസ്റ്റ് ഒരു അക്യൂട്ട് പോലും ഫീവറിന് മെഡിസിൻ എടുത്ത് മോർണിംഗ് 10 മണിക്ക് എടുത്താൽ 12 മണിക്ക് വിളിച്ചു പറയും, കുറഞ്ഞില്ല, ശകലമെങ്കിലും ഒരു മാറ്റം കണ്ടില്ലെങ്കിൽ മാറുന്നില്ലല്ലോ ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ചിലരുണ്ട് അലോപ്പതി മെഡിസിൻ ഒക്കെ കഴിച്ചേച്ച് വരുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾ അവിടെ എത്ര ദിവസത്തെ മെഡിസിനാ കഴിച്ചേച്ച് വന്നത് എന്ന് ഞാൻ അവരോട് ചോദിക്കാറുമുണ്ട്. അപ്പം അതിനാ ഞാൻ ഫസ്റ്റ് ആ സ്പീഡിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ നമ്മളിത് ഒന്നും അനങ്ങാതിരുന്നാലും ആ അഗ്രവേഷൻ അങ്ങ് മാറും. ചിലപ്പോൾ അതിനൊരു 6, 7, 8 ദിവസം പലരും ഉണ്ട്. പണ്ടത്തെ സമയത്ത് ഞാനത് ഓർക്കുന്നുണ്ട്, പ്രൊഫസേഴ്സും നമ്മളെ പഠിപ്പിച്ച ആൾക്കാരൊക്കെ തന്നെ പ്ലാസിബോ അന്നേരം കൊടുത്ത് അങ്ങ് വിട്ടാൽ മതി എന്ന് പറയാറുണ്ട്. പക്ഷെ അന്ന് അത് പ്ലാസിബോ എടുത്ത് അവരുടെ വിചാരം അത് മെഡിസിനാന്നുള്ള രീതിയിൽ അവർ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. ഇന്നത് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് എന്റെ അനുഭവത്തിലുണ്ടായ ചില കാര്യങ്ങളാണ്. അപ്പൊ ഇത് കൊടുത്താല് ഒരു 2-3 ഡേയ്സിനകം തന്നെ, 3 വേണ്ട, അപ്പോഴും പറയും ആ സിംഗിൾ ഡോസ് കഴിച്ചപ്പോൾ തന്നെ അതങ്ങ് മാറി എന്നവർ പറയുകയും ചെയ്യും. അപ്പൊ ആ സ്പീഡ് ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മാർഗം ഒരിക്കലൊന്ന് ചെയ്തു നോക്കിയപ്പോൾ അത് ക്ലിക്കായി. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. ഞാൻ ഉദ്ദേശിച്ചത് കൂടുതലും ക്രോണിക് കേസുകളിലാണ്, എസ്പെഷ്യലി സ്കിൻ കംപ്ലൈന്റിലാണ്.
അതൊക്കെ സ്കിൻ കംപ്ലൈന്റിലും അതൊക്കെ ഇനി നമ്മൾ കൂടിയ ഡോസ് കൊടുത്താൽ ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് കൂടിയെന്നൊക്കെ അവർ വിളിച്ചു പറയും. അത് നമ്മളൊന്നും ചെയ്യേണ്ട. ഞാൻ പറയും മെഡിസിന്റെ ചിലപ്പോൾ ഒരു അഗ്രവേഷൻ വരാൻ സാധ്യതയുണ്ട്. ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ മരുന്ന് ബാക്കിയുള്ള മെഡിസിനൊക്കെ കഴിച്ചാൽ മതി. അത് ചിലപ്പോൾ പ്ലാസിബോ ആയിരിക്കും. അപ്പോൾ അത് 2 ദിവസം കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കുറയാൻ തുടങ്ങും. അപ്പൊ അവർക്ക് സമാധാനം. റെസ്പിറേറ്ററിയിലെ റെസ്പിറേറ്ററി കംപ്ലൈൻസിൽ നമ്മൾ ആ തരം ഒന്ന് ചെയ്താൽ റെസ്പിറേറ്ററിക്കാണ് ഏറ്റവും കൂടുതൽ അത് പ്രയോജനം കിട്ടുന്നത്. ലോവർ പൊട്ടൻസി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആ ഒരു അഗ്രവേഷൻ അങ്ങ് താന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. സ്കിൻ പിന്നെ ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ സാറ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ. ഹരിഹരൻ സാറ് അൺമ്യൂട്ട് ചെയ്ത്. ഡോക്ടറുടെ അപ്രോച്ച് ഞാൻ കേട്ടു. വെരി ഗുഡ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അപ്രോച്ചാണ്. ഈ അപ്രോച്ച് നല്ല അപ്രോച്ചാണ്. ഞാൻ ചോദിക്കുന്നത്, എനിക്കറിയാനുള്ളത്, ഡോക്ടർ അപ്പൊ തെർമൽ റിയാക്ഷൻ നോക്കാറില്ലേ? തെർമൽ റിയാക്ഷൻ ഡോക്ടർ ഉദ്ദേശിക്കുന്നത് ഇത്തിരി കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാട്ടെ. തെർമൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും ഓരോ തെർമൽസ് ഉണ്ട്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് ഉണ്ട്, കോൾഡ് ഉണ്ട്, ആംഫി തെർമൽ. ഇപ്പൊ തന്നെ ലൈക്കോപോഡിയം എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ട് പേഷ്യന്റ് ആണ്. ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഒരു ചില്ലി പേഷ്യന്റ് ആണ്. പക്ഷെ ഇതിനകത്ത് തന്നെ റെയർ പിക്യൂലിയർ അൺകോമൺ വരാറുണ്ട്. ഇപ്പൊ തന്നെ ലൈക്കോപോഡിയം ഹോട്ട് ആണെങ്കിൽ പോലും സാധാരണഗതിയിൽ കോൾഡ് ചെല്ലുമ്പോഴാണ് ഹോട്ട് പേഷ്യൻസിന് അമിലിറേഷൻ വരാറ്. അതേസമയം ലൈക്കോപോഡിയത്തിന്റെ സ്റ്റൊമക് സിംറ്റം അങ്ങനല്ല. ഹോട്ട് ഡ്രിങ്ക് ചെല്ലുമ്പോഴാണ് കുറയുന്നത്. ഫോസ്ഫറസ് നമ്മൾ എടുത്തെന്ന് വിചാരിച്ചോ, ഫോസ്ഫറസ് ചില്ലി പേഷ്യന്റ് ആണ്. പക്ഷെ ഒരു ചില്ലി പേഷ്യന്റിന് ഹോട്ട് ലിക്വിഡ് ചെല്ലുമ്പോഴാണ് സാധാരണഗതിയിൽ ആശ്വാസം വരുന്നത്, ഹോട്ട് ആപ്ലിക്കേഷൻ കിട്ടുന്നത്. അതേസമയം ഫോസ്ഫറസിന് അങ്ങനെയല്ല, കോൾഡ് വാട്ടർ കൊണ്ടാണ് അമിലിറേഷൻ. അപ്പൊ ഇങ്ങനെ ഇത് ഈ തെർമൽസിൽ തന്നെയുള്ള റെയർ പിക്യൂലിയർ ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അപ്പം നമ്മൾ ഒരു കേസ് എടുത്തു കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ പേഷ്യന്റിനെ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ തെർമൽസ് നോക്കും. ഉദാഹരണം അർജന്റ് നൈട്രിക്കം എന്ന് പറയുന്നത് ഹോട്ട് പേഷ്യന്റ് ആണ്. അപ്പൊ നമുക്ക് വാലുവേറ്റ് ചെയ്തെല്ലാം കൂടെ കിട്ടിക്കഴിയുമ്പം അതിന്റെ എല്ലാം നോക്കിക്കഴിയുമ്പോൾ ആ പേഷ്യന്റ് അർജന്റ് നൈട്രിക്കം ആണ് എങ്കിൽ അത് ഹോട്ട് പേഷ്യന്റ് ആയിരിക്കും, നമ്മൾ ആ മരുന്ന് കൊടുക്കും. അതേസമയം ചിലപ്പോൾ ഡയലറ്റിക്കലായിട്ട് വരും. സിംറ്റംസ് എല്ലാം എടുത്തു കഴിയുമ്പോൾ ഹോട്ട് ആയിരിക്കുകയും പക്ഷെ മെഡിസിൻ കിട്ടുമ്പോൾ കോൾഡ് ആയിട്ടും വരും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഡോക്ടറുടെ അപ്രോച്ച് എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ മനസ്സിലായോ? ഞാൻ പറഞ്ഞ ഡോക്ടർക്ക് മനസ്സിലായോ? അങ്ങനെയുള്ള അപ്രോച്ച് വരുമ്പോ അപ്രോച്ചിൽ എങ്ങനെയാണ് ക്രോണിക് ചികിത്സിക്കുന്നത്? ഞാൻ അത് പറഞ്ഞല്ലോ ഡോക്ടറെ. നമ്മൾ ഇപ്പൊ ഒരു ഉദാഹരണം, ഞാൻ കാർസിനോസിന്റെ കാര്യം തന്നെ ഞാൻ ലാസ്റ്റിൽ അത് പറഞ്ഞു. മറ്റൊന്നും നോക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. നമ്മൾ ചിലപ്പം മനസ്സിലാവുന്നുണ്ട്. എനിക്ക് മനസ്സിലാവും. അതുപോലെ ഇന്റർകറന്റ് റെമഡിയാണ്. ഇന്റർകറന്റ് റെമഡിയാണ്. ഇന്റർകറന്റ് റെമഡിയാണ്. പക്ഷെ അത് ഇന്റർകറന്റ് അല്ലാതെ തന്നെ ഒരു ഡിസീസിന് നമ്മൾ പർട്ടിക്കുലർ ആയിട്ടുള്ള റെമഡി ആയിട്ട് കൊടുത്താലും അതിന് നമുക്ക് ക്യൂർ കിട്ടുന്നതാണ്. ഇന്റർകറന്റ് അല്ലാതെ തന്നെ കാർസിനോസിന്റെ മെഡിസിൻ വായിച്ച് നോക്കുമ്പോൾ കാർസിനോസിൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കാർസിനോസിൻ കൊടുത്താൽ വണ്ടർഫുൾ ഇഫക്റ്റ് കിട്ടും. അല്ല, ഞാൻ പറഞ്ഞത് ഒരു അനുഭവം എനിക്ക് കിട്ടിയേക്കുന്നത് ഒരു സ്കിൻ കണ്ടീഷനിൽ, അത് ശരിക്കും പസ് ഫോർമേഷൻ ഉള്ള ഒരു സ്കിൻ കണ്ടീഷൻ ആയിരുന്നു. അതില് മെർക്സോളും ഹെപ്പാർ സൾഫും കൂടെ, ഇതിന്റെ രണ്ടിന്റെയും കൂടെ സിംറ്റംസ് ആണ്. ഇത് രണ്ടും കൂടെ കൊടുത്താല് വളരെ പെട്ടെന്ന് തന്നെ അത് ക്യൂർ കിട്ടും. പക്ഷെ ഇത് രണ്ടും ഇനിമിക്കലാണ്. എന്നിരുന്നാലും അത് രണ്ടും കൂടെ കൊടുത്തു. അപ്പൊ സ്കിന്നിന്റെ കംപ്ലൈന്റില് എല്ലാ കാര്യത്തിനും എനിമിക്കലാകത്തില്ല. സ്കിന്നിന്റെ കംപ്ലൈന്റില് അത് രണ്ടും കോംപ്ലിമെന്ററി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ എഴുതി വെച്ചേക്കുന്നത് എനിമിക്കലാണ്. അത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ചില സാഹചര്യത്തില് നമ്മളുടെ ഒന്നിൽ എക്സ്പീരിയൻസ് കൊണ്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള അതിന്റെ ആ സിംറ്റത്തിന്റെ സിമിലാരിറ്റി കൊണ്ട് ഇത് രണ്ടും കൂടെ കൊടുത്തപ്പോഴത്തേന് വളരെ വേഗമായിരുന്നു അത് ക്യൂർ ആയിപ്പോയത്. എന്ന് പറയുന്നത് പോലെ നമ്മൾ തെർമൽസും ഇപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞല്ലോ, ചില കണ്ടീഷനിൽ റെയർ ആൻഡ് പെക്യൂലിയർ എന്ന് വരുമ്പോഴത്തേന് കോൾഡ് ആയിട്ടുള്ള ചില്ലി റെമഡി ആണെങ്കിൽ പോലും
ആ മറ്റേ ഒരു ഹോട്ട് റെമഡിയുടെയാണ്, ചില്ലി പേഷ്യന്റ് ആണെങ്കിൽ പോലും ഒരു ഹോട്ട് റെമഡിയുടെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മളത് കൊടുത്തേ പറ്റൂ. അത് കൊടുത്താലേ അത് കുറയത്തുള്ളൂ. അല്ല, അത് ഡോക്ടറെ എപ്പോഴും നല്ലതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ റെയർ പിക്യുലർ അൺകോമൺ സിംറ്റം മേ ബിക്കം എ ടോട്ടാലിറ്റി, ആ അങ്ങനെയും കൂടെ ഉണ്ട്. റെയർ എല്ലാ പിക്യുലർ ക്രോണിക് അൺകോമൺ കേസസിലും സിംറ്റം മേ കം ആസ് ടോട്ടാലിറ്റി. റെയർ പെക്യൂലിയർ കിട്ടിയാൽ നമ്മൾ പിന്നെ ഒന്നും നോക്കണ്ട, ആ ഒരൊറ്റ ആ അത് കണ്ണു അടച്ച് അത് എന്താണെങ്കിലും അതിലാണ് കംപ്ലീറ്റ് ക്യൂർ പെട്ടെന്നാകുന്നത്. പെട്ടെന്നാകുന്നത്. ക്രോണിക് കേസസിൽ എപ്പോഴും കിട്ടുന്ന ഒരു, അത് സത്യത്തിൽ നമുക്ക് കിട്ടിയേക്കുന്ന അങ്ങേയറ്റത്തെ ഒരു അനുഗ്രഹമാണ്. ശരി ഡോക്ടറെ, കൊള്ളാം. ഡോക്ടറുടെ ഞാൻ സമയം എടുക്കുന്നില്ല. നമ്മളെ ക്രോണിക് ഡിസീസ് അല്ലേ താങ്ക് യു സർ, ഓരോരുത്തരും താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഷീല ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ മ്യൂട്ട് ചെയ്തു. ഗുഡ് ഈവനിങ് മാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒത്തിരിയും ഇൻഫർമേഷൻ കിട്ടി. ഒരു സംശയം മാം, നമ്മൾ സാധാരണ പഠിച്ചിരിക്കുന്നത് ലോ പൊട്ടൻസി ടു ഹയർ ആണല്ലോ പഠിച്ചിരിക്കുന്നത്. അപ്പം അതെ അതെ, മാഡം പറയുന്നത് ഹയറിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ലോയിലോട്ടും പോകാം. ഈ അത് അഗ്രവേഷൻ ഒരു കണ്ടീഷനിലാ പറഞ്ഞത്. അത് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയും ചെയ്തു. ഡോക്ടർ സാമുവൽ ഹനുമാന്റെ ഒക്കെ കാര്യം ഞാൻ പറഞ്ഞു. ഒന്നും ലോസ് അതുപോലൊക്കെ തന്നെയാണ്. ഇങ്ങനെ അനുഭവം കിട്ടി, അതുകൊണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ മാം. അതൊരു കൂടി ഒരു സംശയം കൂടി മാം. അപ്പം മിക്ക അസുഖങ്ങൾക്കും ഈ ഹൈ പൊട്ടൻസി തന്നെയാണ് കൂടുതൽ റിസൾട്ട് കിട്ടിയെന്നാണോ മാഡത്തിന്റെ അഭിപ്രായം? ഹയർ പൊട്ടൻസി ക്രോണിക് കേസസിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് എടുക്കുമ്പോൾ എപ്പോഴും തന്നെ നമ്മൾ ഹയർ പൊട്ടൻസി കൊടുക്കണം. എന്നാലേ നമുക്ക് അതിന്റെ ക്യൂർ, ഞാൻ പറഞ്ഞല്ലോ ഒന്നുകൂടെ ആ വേർഡ് ഉണ്ട്, സ്പീഡ് എന്നുള്ള ആ വേർഡിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ മാം. ഷീല ഡോക്ടർക്ക് നന്ദി പറയണേ, നമുക്ക് സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഡോക്ടർ ഇനി ആരെങ്കിലും ട്രേസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ ഒന്ന്. ഇല്ല. അപ്പം ഷീല ഡോക്ടർ നന്ദി പറയണേ. IFPHന്റെ ഈ ക്ഷണം സ്വീകരിച്ചെത്തിയ ഡോക്ടർക്ക് IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് മാഡം ഇനിയും വന്നിട്ട് അധികം, അതായത് സ്റ്റുഡൻസിനും ബാക്കി ഇപ്പം ഉള്ള ന്യൂ ഡോക്ടേഴ്സിനൊക്കെ വളരെ ഇൻഫർമേഷൻ നൽകുന്ന ഒരു ക്ലാസ് ആയിരുന്നു മാഡത്തിന്റെ ഇന്നത്തെ. അതുകൊണ്ട് ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുകൾ മാഡം ദയവായി വന്ന് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും IFPHന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ മോഡറേറ്റർ ആയിട്ടിരുന്ന മറിയാമ്മ മാഡത്തിനും ബാക്കി എല്ലാവർക്കും തന്നെ നന്ദി. ഷീല ഡോക്ടർ ഒരിക്കൽ കൂടി ഇന്ന് IFPHന്റെ ഫ്ലോറിലുള്ള എല്ലാ ഡോക്ടേഴ്സിനും എല്ലാ മെമ്പേഴ്സിനും നന്ദി. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സൂം വളരെ വിജയകരമാകുകയാണ്. ഇന്നത്തെ ഈ സ്പീഡ് കൂടിയ ലോകത്തിലെ സ്പീഡ് കൂടി ഹോമിയോപ്പതിയിലൂടെ എങ്ങനെ ചികിത്സിക്കാം, സ്പീഡായിട്ട് എങ്ങനെ ചികിത്സിക്കാമെന്ന് ഒരു നല്ല ക്ലാസ് എടുത്ത പ്രീത ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇനി ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പങ്കെടുത്ത എല്ലാവർക്കും, അതുപോലെ തന്നെ ഷീല ഡോക്ടർക്കും ഹരിഹരൻ ഡോക്ടർക്കും ഷൈല ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ 1965 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഡോക്ടർ.